നമ്മൾക്കൊരു ഹണിമൂണിന് പോണം. ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ല നമ്മള്. നന്നായി പാടുന്നുണ്ട്. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നല്ലേ പറഞ്ഞത്. എല്ലാ ദിവസവും ബിരിയാണി ജസ്റ്റ് ഹാവ് എ പീസ്ഫുൾ ലൈഫ്. എന്റെ അച്ഛനൊക്കെ പറയുന്ന പഴയകാലം നടിയെന്നാണ്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് സൈതൂൻ സൊറബറ. നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ ഒരാളെ ഈ ഒരു വ്യക്തി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം മോശമായി പോകും. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൗണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ്, പാട്ട് എല്ലാം കൊണ്ട് RJ മീര. That feels so nice to hear. RJ മീര എന്ന് പറയണ കേൾക്കാൻ നല്ല സുഖമുണ്ട്. അല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ RJ മീര എന്ന് പറയുന്ന ആ ഒരു RJക്ക് UAE ഭയങ്കര ഒരു പ്രസക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും. That's so nice to know. വെൽക്കം ടു ആ ഷോ. Thank you so much. My pleasure. സൊറബറ എന്താണെന്നറിയോ? സൊറബറ എന്നാ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുക, അതല്ലേ? യെസ് ആണല്ലോ. ആണ്. സൊറ പറയാറുണ്ടോ? ഞാൻ എല്ലാവരോടും സൊറ പറയാറുണ്ട്. ഡെയിലി സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ റേഡിയോയില്. അല്ല, നിങ്ങൾ റേഡിയോയെ കുറിച്ച് പറയുമ്പോൾ റേഡിയോയില് ഇറ്റ്സ് വെരി ഹെക്ടിക്, റൈറ്റ്? ഇറ്റ് ക്യാൻ ഗെറ്റ് ഹെക്ടിക്. പക്ഷേ ആ ടൈം ദാറ്റ് യു ആർ ഓൺ എയർ, റൈറ്റ്, ദാറ്റ് ഇസ് സംതിങ് ഐ ലവ്. ലൈക്ക് ആസ് സൂൺ ആസ് നമ്മൾ ഫേഡർ പൊക്കി മൈക്കിൽ സംസാരിക്കുന്ന ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നിങ്ങളെ പല ഇന്റർവ്യൂസും ഞാനിങ്ങനെ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ വരുന്നിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാഷ്വലി എല്ലാം ഒന്ന് കാണണ്ടേ, അറിയണ്ടേ ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണ്. നിങ്ങളെല്ലാവിടെയും നിങ്ങളുടെ ഈ ഒരു കരിയറിൽ ഇവിടം വരെ എത്തിയത് നിങ്ങൾ സിനിമയിലുണ്ടായിരുന്നു അല്ല? ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇനി ഇല്ലാന്നല്ല, അല്ലല്ല ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞു. എന്റെ അച്ഛനൊക്കെ പറയുന്ന പഴയകാലം നടിയെന്നാണ്. അപ്പൊ ആ ടോപ്പിക് എന്തായാലും എടുത്ത് പറയണം. അപ്പൊ നിങ്ങൾ സിനിമയിലുണ്ടായിരുന്നു, നിങ്ങൾ RJ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവിടെയും പറയുന്നൊരു കാര്യം പാട്ടിനെ കുറിച്ചാണ്, അല്ലേ? എല്ലാവിടെയും നിങ്ങൾ ഫസ്റ്റ് വാട്ട് എവർ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യം അറിയണം, ഈ പാട്ടിനെ കുറിച്ച്. പാട്ട് ബേസിക്കലി എൻ്റെ അച്ഛൻ്റെ അമ്മ പാട്ട് ടീച്ചറായിരുന്നു, ചാലക്കുടി സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്കത് കിട്ടിയത്. എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ മുത്തശ്ശിയാണ്. അതിനുശേഷം ഞാൻ കുറേ പേരുടെ അടുത്ത് നിന്ന് പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ദുബായിക്ക് മാറുന്നതിൻ്റെ മുമ്പ് വരെ ഞാൻ അവിടെ എൻ്റെ പാട്ട് സാർ PR പ്രകാശ് എന്ന് പറഞ്ഞ പാട്ട് സാറിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കുമായിരുന്നു. ലൈക്ക് ഈവൻ വെൻ ഐ വാസ് ഡൂയിങ് മൂവീസ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിലെങ്കിലും പാടണം എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണി കണ്ട കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ സ്കൂളിലത്തെ കോമ്പറ്റീഷൻ മാത്രമല്ല, നമുക്ക് ഈ അവിടുത്തെ ചില സംഘടനകളുടെ കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എന്നെ കൊണ്ടുപോയിരുന്നു അമ്മ. അപ്പോൾ അങ്ങനെ പാട്ട് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. പക്ഷേ പാട്ടിൽ നിന്ന് നിങ്ങൾ, ഞാൻ തോന്നുന്നു അതിനുശേഷം സിനിമയിലേക്കാണ് അതെ ആ ഒരു ചൂട് വെച്ചത്. അതെ ശരിക്കും അല്ല, പാട്ടിൽ നിന്ന് അവതാരികയായി. നിങ്ങൾ അവിടെ അതൊരു ഇത് എന്നോട് മറന്നുപോയി. പാട്ടിൽ നിന്ന് ആങ്കറിലേക്ക് ഉണ്ടായിരുന്നു, അവതാരികയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിഷന് പോയി പാട്ട് പാടിയപ്പോൾ അവർ പറഞ്ഞു പാട്ട് പാടണ്ട, വന്ന് അവതരിപ്പിച്ചാൽ മതി. ബിക്കോസ് പാട്ട് അത്ര നല്ലതായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇല്ല, ആ സമയത്ത് പിന്നെ ഞാൻ മറ്റേ മെയിൻ ഓഡിഷൻ ഉണ്ടല്ലോ, നമ്മുടെ സെറ്റിൽ നടക്കുന്ന ഓഡിഷൻ, അവിടെ ഞാൻ അവതാരികയായിട്ട് പോയി കഴിഞ്ഞ് അവരുടെയൊക്കെ പാട്ട് കേട്ടപ്പോഴാണ് എൻ്റെ ദൈവമേ ഇത്രയും നന്നായി പാടുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. ബിക്കോസ് സ്കൂളിലൊക്കെ ഞാനാണ് ആസ്ഥാന ഗായിക, മനസ്സിലായോ? അതെ, മിക്ക കോമ്പറ്റീഷൻസിന് പോവും, പ്രൈസ് കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതൊക്കെ ഒരു എൻകറേജ്മെന്റ് അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ ഒരു സംഭവം. ഏത് പാട്ട് പാടിയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയത്? എനിക്ക് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഏതെങ്കിലും 2 വരി വെറുതെ? അയ്യോ, അന്ന് പാടിയ പാട്ടോ എനിക്ക് ഞാൻ ഫസ്റ്റ് അടിച്ചൊരു പാട്ടുണ്ട്.
ആ ആണാ? ഞാൻ ഫസ്റ്റ് അടിച്ചൊരു പാട്ട്. അതേത് പാട്ടായിരുന്നു? അരെ ചോട്ടാ ബച്ചാ ജാൻ കെ നാ കോയി ആങ്ക് ദിഖാനാ രേ ടുബുഡുബി ടപ് ടപ്. നന്നായി പാടുന്നുണ്ട്. അല്ല ഞാൻ അതിനു വേണ്ടിയല്ല, ഞാൻ പറഞ്ഞ ഈ പാട്ട് പാടിയിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ ഹിന്ദി പാട്ടൊന്നും പാടിയിട്ടില്ല കേട്ടോ. നമ്മള് മറ്റേ മലയാളം പാട്ടുകൾ ഒക്കെ പാടിയിട്ടാണ്. അല്ല നമുക്ക് മലയാളം തന്നെ മതി, മലയാളികളുടെ ഷോ തന്നെയാണിത്. അയ്യോ എനിക്ക് ഓർമ്മയില്ല ആ പാട്ട്, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാം. ധീര സമീരേ യമുനാ തീരേ തേടുന്നു ഞാനൊരു രാധ, കണ്ണാ തേടുന്നു ഞാനൊരു വിരഹിണി രാധ. അങ്ങനെ ഒരു പാട്ടായിരുന്നു. അല്ലേ ഈ പാട്ട് കേട്ടിട്ടാണോ നിങ്ങള് അന്ന്? അല്ല, ഇത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ പാട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പാടി ഫസ്റ്റ് കിട്ടിയ പാട്ടായിരുന്നു. പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ ദ സോങ് ഐ സാങ് ഫോർ ദി ഓഡിഷൻ ഓർ നോട്ട്. സീരിയസ്ലി ഞാൻ പണ്ട് മറ്റേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷോനൊക്കെ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ എല്ലാത്തിലും കൊണ്ടുപോയിരുന്നു എൻ്റെ അമ്മ. മനസ്സിലായോ? പണ്ടത്തെ പേരൻസ് കുറച്ച് അങ്ങനെയാണ്, ഉന്തി എല്ലാത്തിനും. പക്ഷെ ഐ എം താങ്ക്ഫുൾ, അമ്മ എന്നെ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട്. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഇപ്പം ആലോചിക്കും, ഇപ്പം എനിക്ക് ഭയങ്കര ഇപ്പോഴും ഉണ്ട് കേട്ടോ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട്. ഒരു വലിയ ഷോ എനിക്ക് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നാറൊക്കെ ഉണ്ട്. പക്ഷേ പണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 200 times ആയിരുന്നു പേടിയൊക്കെ. അതെ. പക്ഷെ ഞാൻ അതൊരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കില്ലേ? ചെറുപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് തൊട്ട് ആദ്യം മുതലേ നല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാനൊരു സ്റ്റേജിൽ ഗാനമേളയ്ക്ക് പാടുന്നത്. അങ്ങനത്തെ ഒരുപാട് സ്റ്റേജസിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഗാനമേളയ്ക്ക് പാടുമ്പോൾ ഞാൻ എൻ്റെ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് പാടുന്നത്. ബിക്കോസ് ചുണ്ടൊക്കെ വിറയ്ക്കുക, കാൽമുട്ട് വിറയ്ക്കുക, അങ്ങനെ പേടിച്ചിട്ടാണ്. അതെ, ചുണ്ടൊക്കെ വിറയ്ക്കുക, എനിക്ക് പാടാൻ പറ്റണില്ല. മനസ്സിലായോ? അങ്ങനെ ഞാൻ പേടിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഇപ്പൊ നന്നായിട്ട് പാടിയല്ലോ. അല്ല പേടിയുണ്ട്, പിന്നെ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ പേടിയുണ്ട് അവതാരിക, നിങ്ങൾ പേടി, നമ്മളൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയ. അല്ല കുറച്ചെങ്കിലും ഒരു പേടിയുള്ളത് നല്ലതാണ്. ഇറ്റ്സ് ബിക്കോസ് യു റെസ്പെക്ട് വാട്ട് യു ഡു ദാറ്റ് യു ആർ ലൈക്ക് ഒരു സോർട്ട് ഓഫ് ഒരു പേടി വരുന്നത് അതുകൊണ്ടല്ലേ. ഞങ്ങൾ കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് പഠിക്കും അല്ലേ, കുറച്ചും കൂടിയും നന്നാക്കാൻ നോക്കും. ഇതൊക്കെ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നടുക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ തുടക്കത്തിൽ തന്നെ പോകാം. നിങ്ങളിപ്പം അവതാരികയായിട്ട് കയറി, എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്കൊരു അവതാരിക? ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, ഞാൻ തീരെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പണ്ട് ഈ പാട്ട് പാടാനൊക്കെ പോകുമ്പം ഒരുപാട് ഷോസിൽ പോയിട്ടുണ്ട് പാട്ട് പാടാനായിട്ട്. ഇപ്പോൾ പണ്ട് മറ്റേ ജീവൻ TV എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ TV-യിൽ ഒരു വോയിസ് 2005 അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ഐ വാസ് ദെയർ ടിൽ സെമി ഫൈനൽ ഓർ സംതിങ്. പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. വെളുപ്പിനെ 3 മണിക്ക് എണീറ്റിട്ടൊക്കെ ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ടുകൾ പഠിക്കാൻ പോയായിരുന്നു. വോക്കൽ ട്രെയിനിങ്ങിനൊരു ക്ലാസ്, ലൈറ്റ് മ്യൂസിക്കിനൊരു ക്ലാസ്, ക്ലാസിക്കൽ സംഗീതത്തിന് വേറെ ക്ലാസ്, അങ്ങനെയൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിത്തമുണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഷോന് പോയി. പിന്നെ അവിടെ നിന്ന് ആ ചാനലിൽ തന്നെ ആങ്കറായി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ സിസ്റ്റർ വനിതാ രത്നം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്തോ കൂടെ പോയി, ഐ റിയലി ഡോണ്ട് റിമെമ്പർ, പക്ഷെ ഞാനെന്തോ കൂടെ പോയി. അപ്പോൾ എന്നെ അവിടെ ഈ ബാക്ക് സ്റ്റേജിൽ നമ്മൾ ഒരു ആളെ വേണം ആങ്കർ ചെയ്യാനായിട്ട്, വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തു. കാണാതെ ബാക്ക് സ്റ്റേജ്, ആസ് എ നോട്ട് ഓൺ ദ സ്റ്റേജ്. ഓൺ ദ സ്റ്റേജ് ഐ തിങ്ക് ഇറ്റ് വാസ് കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ചെസ് നമ്പർ 201 എന്നൊക്കെ വിളിക്കും. അല്ലല്ല, പെർഫോമൻസ് കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിക്കില്ലേ. അപ്പൊ ആ ഒരു സംഭവം ആങ്കർ ചെയ്യാനായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ഞങ്ങൾ ഈ മറ്റേ എന്താ അതിന് പറയാ, ഈ നമ്മുടെ ബോളിവുഡ് അതിനെന്തായിരുന്നു പറയാ, സ്റ്റേജ് അവാർഡ് ഷോസ് കഴിഞ്ഞ അവാർഡ് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ചെയ്യുന്നില്ല. ഷാറുഖ് ഖാൻ ഒക്കെ എക്സാക്ട്ലി. അപ്പോൾ അതുപോലെ ഒരു പരിപാടി ചെയ്യാനായിട്ടാണ് പോയിണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന പോലെ
വേറെ ചാനലിൽ ഈ സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻ വന്നപ്പോൾ ഓഡിഷന് പോയി. ഓഡിഷൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇപ്പോൾ മറ്റേ അമൃത ടി വിയിൽ പരിപാടി ചെയ്യുന്ന കുട്ടിയല്ലേ, വന്നോളൂ, അതുപോലത്തെ തന്നെ പരിപാടി ഇവിടെ ഉണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അങ്ങനെയാണ്. ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് കൂടി? ഇല്ല, കോൺഫിഡൻസ് ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ, അതല്ലേ ഞാൻ പറഞ്ഞത്, ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോർട്ട് ഓഫ് ഇൻസെക്യൂർ ഓൾസോ. ലൈക്ക് ഞാൻ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്ക് തന്നെ ഒരു അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും ഇപ്പം ടി വിയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വെയിറ്റ് ഫോർ പീപ്പിൾ ടു ടെൽ മീ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നന്നാക്കണ്ടേ, അതൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അത് കേൾക്കാനായിട്ട് ഐ യൂസ് ടു ഈഗർലി വെയിറ്റ് ഫോർ ദാറ്റ്. അമ്മയായിരുന്നു ഏറ്റവും വലിയ ക്രിട്ടിക്. നീ അവിടെ മുടി അങ്ങനെ കെട്ടിയത് ശരിയായില്ല, നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, സംസാരത്തിന്റെ ഇടയ്ക്ക് ഇത്ര ചിരി വേണ്ട, ഇതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അവ ശരിക്കും പറഞ്ഞാൽ അമ്മയെ കുറിച്ച് തന്നെ ഞങ്ങള് ഒരു കട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അമ്മയെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു നിലയിൽ എത്താൻ വേണ്ടി നിങ്ങളെ വലിയൊരു ഭാഗം തന്നെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ സ്റ്റാർ സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെ ഗസ്റ്റ് ആയിട്ട് ഒരുപാട് ഡിറക്ടേഴ്സ് വരും. അപ്പോൾ ചില സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റിലെ തന്നെ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, ഇന്ന ഡയറക്ടർ വന്നപ്പോൾ ചോദിച്ചു മീരയ്ക്ക് ഇതുപോലെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള പോലെ ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചാനലിൽ ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടെലിഫിലിം എന്നാണ് അന്ന് പറയാം, ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതോടെ ഞാൻ അഭിനയം എന്നുള്ള മോഹം എൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞു, ദൂരെ പോയി, എനിക്ക് മതിയായി. ബിക്കോസ് അതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, എന്നെക്കൊണ്ട് എടുത്ത പൊങ്ങാത്ത അത്രയും ഒരു ക്യാരക്ടർ. ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കരമായി വഴക്ക് പറയുന്ന ഒരു ഡയറക്ടർ, ഭയങ്കര വഴക്ക് പറയുന്ന ഒരു ഡയറക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇനി ആരെന്ത് വിളിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അഭിനയിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അഭിനയം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്താണ് നമ്മളെ തേടി ഓപ്പർച്യൂണിറ്റീസ് എത്തുക എന്നുള്ളത് നമ്മൾ പറയില്ലേ. അപ്പം അതേപോലെയാണ് ഈ പറയുന്ന പോലെ ഡയറക്ടേഴ്സ് വരുന്നു, ഏഷ്യനെറ്റിൻ്റെ അവരുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കിപ്പോൾ വേണ്ട, മറ്റേ സ്കാറായിട്ട് കിടക്കുകയാണ് ഉള്ളിൽ, മനസ്സിലായോ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദിസ് ഓഫർ കെയിം ഇൻ ആൻഡ് മുല്ല എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ, അത് പൂർണിമ ചേച്ചിയാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്. ബിക്കോസ് പൂർണിമ ചേച്ചിയായിട്ട് നമുക്ക് ഈ വനിതാ രത്നം ചെയ്തിട്ടുള്ള, വനിതാ രത്നത്തിലെ ജഡ്ജായിരുന്നു പൂർണിമ ചേച്ചി. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ പൂർണിമ ചേച്ചി അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. ആൻഡ് ഷീ വാസ് ലൈക്ക്, ഇത് വലിയൊരു ഓഫറാണ്, ലാൽ ജോസ് ഇസ് ദ ഡയറക്ടർ, ദിലീപ് ഏട്ടൻ ഇസ് എ ഹീറോ ആൻഡ് ദേ വാണ്ട് യു ആസ് എ ഹീറോയിൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്, ഇന്ന ഹോട്ടലിൽ ഉണ്ടാകും, ഒന്ന് പോയി കാണൂ. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം, സ്കൂള് കഴിഞ്ഞ്, അപ്പോൾ നമ്മളുടെ എന്തോ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്ന എന്തോ സമയമാണ്. അപ്പം ഞാൻ അതിൻ്റെ ലൈക്ക് വോളണ്ടിയർ ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു ടൈം, ഓടി നടന്ന് അതേ മറ്റേ വേർത്ത് കുളിച്ച് മറ്റേ യൂണിഫോമിൽ തന്നെയാണ് ഞാൻ സാറിനെ കാണാൻ പോകുന്നത്. സാറിനെ കാണാൻ പോയി. ഐ ഡോണ്ട് ഹാവ് ദിസ് തിങ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഓ ഐ എം ഗോയിങ് ടു മീറ്റ് ദിസ് പേഴ്സൺ ഹൂസ് എ ലെജൻഡറി ഫിലിം മേക്കർ. ഒന്നും മനസ്സിലില്ല. അച്ഛൻ സ്കൂട്ടറിൽ പോകുന്നു, ഞാൻ അതിൻ്റെ പുറകെ, അച്ഛൻ്റെ പുറകെ ഇരുന്നിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. പിന്നെ സാറിനെ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മേക്കപ്പ് ടെസ്റ്റൊക്കെ ചെയ്തു, 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ലേറ്റർ ഓൺ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആർ യു ഷുവർ യു വോണ്ട് ടു ഡു ദിസ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, കാര്യം ഇന്ന് ഇത് ചെയ്താൽ നാളെ മുതൽ ലൈഫ് ഇസ് ഗോയിങ് ടു ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ഡു യു റിയലി വോണ്ട് ടു ഡു ദിസ്? സോ അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എന്താണെങ്കിലും ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞു അതെ, ഞാനിപ്പോൾ എന്താണെങ്കിലും ഓക്കെയാ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്, ദാറ്റ്സ് ഹൗ മുല്ല ഓൾസോ ഹാപ്പൻഡ്. അതിനുശേഷമാണോ നമ്മുടെ പുതിയ മുഖം? അതിനുശേഷം അപ്പം അവിടെ തൊട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊക്കെ എൻ്റെ സമയത്തൊക്കെ ഞാൻ പുതിയ മുഖമാണ് എൻ്റെ ഓർമ്മയിൽ, എൻ്റെ സമയത്ത്. ബിക്കോസ് ഒബ്വിയസ്ലി ആ ഒരു സമയത്ത് ഒരു ഹീറോ
അതെ 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 പുതിയ മുഖം എപ്പോഴും നമ്മുടെ ഇപ്പത്തെ പ്ലേലിസ്റ്റ് ഒക്കെ വേറെ, അന്നത്തെ പ്ലേലിസ്റ്റ് പുതിയ മുഖം ബൈക്കിലൊക്കെ പോകുമ്പോൾ അതെ അതെ കറക്റ്റ് കറക്റ്റ്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. സോ ഈ ഒരു സമയത്താണ് നിങ്ങൾ കൂടുതൽ ഞാൻ തോന്നുന്നു ആക്ട്രസ് ലെവലിലേക്ക് യാ നിങ്ങൾ പോകുന്നത്, ബാക്ക് ടു ബാക്ക് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പലതും. ആ സമയത്ത് RJ-യിലേക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഈ എനിക്ക് തോന്നുന്നു പുതിയ മുഖമൊക്കെ ചെയ്യുന്ന സമയത്താണ് കേരളത്തിലും ഈ FM ഒരു കൾച്ചർ ഭയങ്കര ഒരു അതെ ട്രെൻഡിങ് ആയി വരുന്നത്. അപ്പോൾ റേഡിയോ സ്റ്റേഷൻസിലേക്ക് പോകുന്നു, ഇൻ്റർവ്യൂസ് ചെയ്യുന്നു, ട്രെൻഡിങ് ഇൻ കേരള. റേഡിയോ സ്റ്റേഷൻസിലേക്ക് പോകുന്നു, നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവരെ ഇങ്ങനെ ഈ റേഡിയോ ചെയ്യുന്ന ആ RJ, ഐ മീൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന RJ-നെ ഞാനിങ്ങനെ വല്ലാണ്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് വണ്ടേർഡ് ഇവർ എത്ര ഈസോടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർ സിസ്റ്റം നോക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഐ വാസ് ഓൾവേസ് ഫാസിനേറ്റഡ്. മനസ്സിലായോ? റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് മീഡിയമാണ്. പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ വെരി ബ്ലഷിംഗ് when you talking about radio. അതെ, ദാറ്റ്സ് ബിക്കോസ് ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് ടു മീ. മനസ്സിലായോ? ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ബി എൻ RJ. വെൻ ഐ സേ ദിസ് പീപ്പിൾ ഡോണ്ട് ബിലീവ് മീ. പക്ഷേ എനിക്ക് ശരിക്കും ആ റേഡിയോ ജോക്കി എന്ന് പറയുന്ന ആ പ്രൊഫഷൻ്റെ അടുത്ത് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ദെൻ ലേറ്റർ ഓൺ വെൻ ഐ ഗോട്ട് എൻ ഓഫർ ഫ്രം ഹിയർ ഐ തോട്ട് ഓക്കെ വൈ നോട്ട് ട്രൈ ദിസ് ഓൾസോ. ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പാട്ട് ട്രൈ ചെയ്തു, അവതാരികയായി ട്രൈ ചെയ്തു, അഭിനയം ട്രൈ ചെയ്തു, ഇനിയിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അഭിനയം നിങ്ങൾ സക്സസ് ആയിരുന്നല്ലോ. സോർട്ട് ഓഫ്. അങ്ങനെ 100% സക്സസ്ഫുൾ ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. 100% സക്സസ് എല്ലാത്തിനും ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ 100% സക്സസ് റേഷ്യോ ഉണ്ടോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ റേഡിയോ ജോക്കി എന്ന നിലയിൽ നിങ്ങൾ UAE-ലിരുന്ന് ഏറ്റവും ദ സിറ്റി ഓഫ് ഡ്രീംസ് ആണ് ആക്ച്വലി. നിങ്ങൾ ഇവിടെ നിന്ന് പലവരുടെയും സ്വപ്നങ്ങൾ കേൾക്കുകയാണ്, പലവരുടെയും സ്വപ്നങ്ങൾ കാണുകയാണ്. നിങ്ങൾ ആ ഒരു നിലയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 100% സക്സസ് റേഷ്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഐ ടെൽ യു വൺ തിങ് ദാറ്റ് ഐ അബ്സല്യൂട്ട്ലി ലവ് അബൌട്ട് ബീയിങ് എ റേഡിയോ ജോക്കി ഇൻ എ പ്ലേസ് ലൈക്ക് ദുബായ്. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പറയുമോ ദുബായ് ഇസ് സോ ഫേക്ക്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് രണ്ട് വശവും വളരെ വ്യക്തമായി കാണാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാം എന്നുള്ളത് ഒരു വശമാണ് ദുബായിയുടെ, അത് അവിടെ നിന്നോട്ടെ. പക്ഷെ അതിൻ്റെ ഒരു മറുവശമുണ്ട്. സി വെൻ യു ഗോ ടു എ പ്ലേസ് ലൈക്ക് ദുബായ് ഫ്രെയിം യു ക്യാൻ സീ ബോത്ത് സൈഡ്സ് ഓഫ് ദുബായ്, റൈറ്റ്? അങ്ങനത്തെ ബോത്ത് സൈഡ് ക്ലിയർലി കാണാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് റേഡിയോ ജോക്കി എന്ന് പറയുന്നത്. ബിക്കോസ് വി ഹാവ് ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ക്യാമ്പയിൻസ്. ഇപ്പം ഈദിന് നമ്മൾ കുറേ പേരെ നാട്ടിലേക്ക് വർഷങ്ങളായി നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ വി ഗിവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് സെലിബ്രേറ്റ് ഈദ് ഇൻ ഇൻ ദ ഹോം ടൗൺസ്. അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ കാണുന്നുണ്ട്. വി സീ റിയൽ പീപ്പിൾ ആസ് വെൽ. അല്ല, ഉറപ്പായിട്ടും ഇപ്പം എല്ലാവരും അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക്, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ പലവരും ധരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം ഇങ്ങനെ മേറ്റ് വീഴുന്ന ധാരണയാണ്. ഇതേ നമ്മുടെ മിഥുൻ ചേട്ടനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആസ് എൻ RJ പുള്ളിയും പുള്ളിയുടെ എക്സ്പീരിയൻസസ് നമ്മളോട് അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇപ്പം പലവരും പല എൻഡിലാണ് താമസിക്കുന്നത്. നിങ്ങളിപ്പം അജ്മാൻ സൈഡിലാണ്, ഞാൻ ദുബായ് സൈഡിലാണ്, എൻ്റെ കൂടെ ഉള്ള ഒരുത്തൻ അവൻ അബുദാബി സൈഡിലാണ്. എല്ലാം വെച്ച ഡിഫറെന്റ് സിനാരിയോ. പക്ഷെ എല്ലായിടത്തും രണ്ട് വശമുണ്ട്. എക്സാക്ട്ലി റൈറ്റ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ന്യൂസ് നിങ്ങളടുത്താണ് ഫസ്റ്റ് എത്തുന്നത്. റേഡിയോസ് നമ്മൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇവിടെയാണ്. ഡിജിറ്റൽ മീഡിയയിലേക്കാളും കൂടുതൽ റേഡിയോസിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ എപ്പോഴും ഒരു RJസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കഷ്ടപ്പാടും പലവരും ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായാലും നമ്മളുടെ അടുത്തും സംസാരിക്കാറുണ്ട്. ഒരുപാട് പേര് ഓൺ എയറിൽ വിളിച്ച് സംസാരിക്കുന്നവരൊക്കെ അതുപോലത്തെ അയ്യോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് നമ്മൾ ആസ് റേഡിയോ പ്രസൻറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നത് വി ആർ ലെൻഡിങ് അവർ ഇയേഴ്സ് ആൻഡ് വി ആർ ലെറ്റിംഗ് ദം ടോക്ക് to a lot of people, not only just us, right?
അവർ സംസാരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അവരെ ഒന്നില്ലെങ്കിൽ സമാധാനിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഹോപ്പ് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കുക. ഈ ഹോപ്പ് എന്ന് പറയുന്ന വിഷയമാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹോപ്പ് ആൻഡ് പീസ്, അല്ലേ? ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതം എന്താണല്ലേ? അപ്പം ഞാൻ അതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ എൻജോയിങ് ഇറ്റ്. അബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് ആർജി ഞാൻ നിങ്ങളത് പറയുമ്പോൾ തന്നെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്നെ വിളിക്കൂ എന്നൊരു ഹോപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത്, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്ട്രീം ചെയ്യുന്ന, നമ്മൾ ഇന്നല്ല സ്ട്രീം ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒക്കെയാണ് ഈ വീഡിയോസ് സ്ട്രീം ചെയ്യുന്നത്. ബട്ട് യുവർ ലൈഫ്, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ലൈവായിട്ടാണ് എല്ലാം ചെയ്തത്. നിങ്ങൾക്ക് അബദ്ധത്തിലൊന്നും പറയാൻ പറ്റില്ല, ന്യായമായ കാര്യങ്ങൾ പറയേണ്ടി വരും, എല്ലാം ശ്രദ്ധിച്ച് പറയേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്, അല്ലേ? ഇറ്റ്സ് നോട്ട് ഓൺ ഈസി ജോബ്. ഇപ്പം വി ഡു റെസ്പെക്ട് എസ്പെഷ്യലി യു. നിങ്ങൾ അങ്ങനെ ഒരു, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലാമർ ദുബായ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, പല പല ഷോസും പല പല രീതിയിലും നടക്കുന്ന ഒരു രാജ്യമാണ് UAE. അതിൽ ദുബായ് സിറ്റി എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കുന്നത്, ഓ നീ ദുബായിലല്ലേ, ഓ അടിച്ചുപൊളിയായിരിക്കും, ലൈഫ്, ഭക്ഷണം, ഇതൊക്കെ കാശ് കൊടുക്കണം. ഇവിടെ ഒരു ദിവസം നിൽക്കാൻ തന്നെ, നമ്മൾ നിൽക്കാൻ തന്നെ ഐ തിങ്ക് ഓൺ ആൻ ആവറേജ് 1 person 300 dirhams നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഓൺ ആൻ ആവറേജ്. ഞാനിപ്പോൾ മറ്റുള്ള പല കൂടിക്കൊണ്ടിരിക്കുകയാണ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് എല്ലാം നന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നാട്ടിൽ നമ്മൾ നിൽക്കാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ കാശൊന്നും വേണ്ട. നമ്മുടെ വീടുണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഫസ്റ്റ് ഒരു നിൽക്കാൻ വീടില്ലാതെ തന്നെ ഒരു വിസ വേണം. വീടില്ലെങ്കിൽ ആദ്യം വേണ്ടുന്ന വിസയാണ്, വിസക്ക് കാശ് വേണം. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആൾക്കാർ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ UAE ആണ് ഇഷ്ടം, നാടാണ് ഇഷ്ടം? നാട് ഈസ് ഓൾവേസ് എന്താ പറയുക, ഒരു ഇമോഷൻ അല്ലേ നമുക്ക്. നാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ബിക്കോസ് യു വർ ബോൺ ഇൻ നാട് എനിക്ക് ഇമോഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും നാട് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഇടയ്ക്കെങ്കിലും ഒക്കെ ഒരു നമ്മുടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. പച്ചപ്പ് കാണാൻ എനിക്കിഷ്ടമാണ്. അല്ല ബട്ട് എൻ്റെ നാട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ ആൾക്കാരെ കാണണം, മഴ കാണണം, ആ ഒരു മഴ നനഞ്ഞ മണ്ണിന്റെ മണം. അതെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ ആ ഒരു ഫീലൊക്കെ, അല്ലേ? അപ്പൊ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നാട് ഇഷ്ടമാണ്. ബട്ട് ഐ ലിവ് ഇൻ ദുബായ് ആൻഡ് ഈ സ്ഥലമാണ് ഇപ്പോ എനിക്ക് എല്ലാം. വളച്ചൊന്നും കെട്ടണ്ട, നിങ്ങൾ ഉള്ളു പറഞ്ഞോ. വളച്ചു കെട്ടല്ല, സീരിയസ്ലി എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്ഥലം ഇതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഐ തിങ്ക് നമ്മുടെ ഷോയിൽ ഇതുവരെ വന്ന് സൊറവറയിൽ വന്ന് അതിഥികൾ ഞങ്ങൾ 15th എപ്പിസോഡ് സംതിങ്, ഐ തിങ്ക് ഓൾമോസ്റ്റ് 13 എപ്പിസോഡ്സിൽ നമ്മളോട് ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം, സിറ്റി ഓഫ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാജ്യം തന്നെയാണ്. നോ ഫോക്കസ്, ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും. ഞങ്ങൾ റോഡിൽ നടക്കുമ്പോൾ നിങ്ങൾ എന്താ എവിടെ പോകുന്നത് ആരും ചോദിക്കാനൊന്നുമില്ല. അതും വേറൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ ഒന്നും സമയമില്ല ഇവിടെ, അല്ലേ? നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരുടെയും തല അപ്പുറത്തെ വീട്ടിലാണ്. അത് മാത്രമാണ് ഒരു പ്രശ്നം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ സ്ഥലമാണ് ഒന്നും കൂടെ, അത് തന്നെ മെയിൻ പ്രശ്നം. പക്ഷെ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. സേഫ്റ്റി, സെക്യൂരിറ്റി, എക്സാക്ട്ലി, അതൊക്കെ എല്ലാം കൂടെ നോക്കിയിട്ട്. ഇപ്പം എത്ര നാളെ നിങ്ങൾ ദുബൈയിൽ? Little more than 10 years. More than 10 years. So നിങ്ങളിപ്പോൾ മൂവീസ് കംപ്ലീറ്റ്ലി വിട്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ഓവറായിട്ട് കംഫർട്ടബിൾ ആയി ഇവിടെ, മനസ്സിലായോ? എൻ്റെ ജോലി കാര്യങ്ങൾ, റേഡിയോ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നാട്ടിൽ ചെന്ന് യാത്ര, അങ്ങോട്ട് പോകണം, ഇന്ന് കാസർഗോഡ്, മറ്റന്നാ ട്രിവാൻഡ്രം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടു മച്ച് ഓഫ് ട്രാവൽ, മനസ്സിലായോ? അതെ, അപ്പം അതുകൊണ്ട് മാത്രം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇപ്പം നിങ്ങൾക്ക് മലയാളം ഇൻഡസ്ട്രി കാണുന്നുണ്ട്, ഇറ്റ്സ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. ഇഫ് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട്? ഐ എം നോട്ട് ക്ലോസിങ് ഡോർസ് കംപ്ലീറ്റ്ലി. ബിക്കോസ് കൂടുതൽ ഷൂട്ട്സ് ഒക്കെ ഇപ്പോൾ ദുബായിൽ നിന്ന് പോലും നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പം ഇപ്പം
ഞാൻ തോന്നുന്നു ആസിഫ് കയുടെ ലാസ്റ്റ് ഒരു മാസത്തെ ഷൂട്ട് കംപ്ലീറ്റ് നടന്നത് ഫുജേറ, കോർഫക്കാൻ എന്നിവ മലപ്രദേശങ്ങൾ സർക്കിട്ട് പടത്തിന്റെ. സോ there are lots of opportunities here, so we can see you come back, അല്ലേ? I mean, if somebody calls me, I'm happy to. നിങ്ങൾ അറിയിച്ചാണ്, ആരും വിളിക്കുന്നില്ലേ? നിങ്ങളെ വിളിക്കാതിരിക്കില്ലല്ലോ. സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ വരും. അങ്ങനെ പണ്ടത്തെ പോലെ എപ്പോഴും വരാറില്ല, ഇടയ്ക്കൊക്കെ വരും. ചിലപ്പോൾ ഞാൻ തോന്നുന്നു ആ ഒരു ഇപ്പൊ എനിക്ക് ആ സംശയം വന്നു, നിങ്ങൾ ഇത് അടച്ചോ? എന്റെ വൈഫും എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് തോന്നുന്നു. ഷീ സ്റ്റോപ്ഡ് ആക്ടിങ്, ഷീ ഈസ് ജസ്റ്റ് എൻജോയിങ് ആർജെ. സോ directors, producers, script writers, she is ready, we need her. അങ്ങനെ പറഞ്ഞിപ്പോ ട്രോൾ ഏറ്റു വാങ്ങാൻ എനിക്ക് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അയ്യോ അല്ലല്ല, അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ ചേട്ടാ നിങ്ങൾ പെർസ്പെക്റ്റീവ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അവിടെ ഒരു കമന്റ് പോലും നമ്മളിപ്പം വായിക്കുന്ന നമ്മുടെ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ബിക്കോസ് ഐ സെഡ് എനിക്കിപ്പോ ദുബായ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് താഴെ ഇപ്പൊ അല്ലെങ്കിലും നാടൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും മിക്കവാറും. ഞാൻ തോന്നുന്നു നാട്ടുകാരില് കുറെ പേര് ഇപ്പൊ അത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. No hard feelings and anything, but again because ഞാൻ പറഞ്ഞല്ലോ at the end of the day എന്താണ് നമുക്ക് വേണ്ടത്? സമാധാനം. പക്ഷെ കാശുണ്ടെങ്കിൽ സമാധാനമുള്ളൂ. അല്ല, അതും ശരിയാണ്. ലൈക്ക് ഇഫ് യു ഹാവ് മണി നമുക്ക് സമാധാനം കിട്ടും എന്നാണ്. സമാധാനം വാങ്ങാൻ പറ്റും. പല സമാധാനം എന്താണ് അക്കോർഡിംഗ് ടു വാട്ട് ഈസ് സമാധാനം? ഞാൻ പൊതുവേ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ് ഉള്ള ആളാണ്. എനിക്ക് ഇപ്പം ഇഫ് ഐ എം പ്ലാനിങ് എ ട്രാവൽ, എനിക്ക് ഒരാഴ്ച മുമ്പേ ആങ്സൈറ്റി തുടങ്ങും. എനിക്ക് ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, കുറെ നാൾ യാത്ര ചെയ്തില്ലല്ലോ നമ്മൾ. അതെ, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ആങ്സൈറ്റി ഒക്കെ തുടങ്ങിയത്. ഇതൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം, ഒന്നിനെ പറ്റിയും ആലോചിക്കാതെ, അതാണ് എന്നെ സംബന്ധിച്ച സമാധാനം. മനസ്സിലായോ? ഐ ഡോണ്ട് നെസസറിലി ഹാവ് ടു ബി വിത്ത് സംബഡി. ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണെന്നുണ്ടെങ്കിലും ആളും സമാധാനപ്രിയനാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് സമാധാനം എന്ന് പറയുന്നത്. പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു? പണ്ട് എനിക്ക് ഞാൻ ഇത്രയൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ. സോ ഇവിടേക്ക് മാറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചിന്തിക്കുന്നതും ഒക്കെ. ഇപ്പം ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഉത്തരം ഓൾറെഡി അറിയാം. എന്താണ്? എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ RJ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന്, സീരിയസ്ലി. ബിക്കോസ് പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പം ഈ സബ്സ്റ്റിറ്റ്യൂഷന് വരുന്ന ടീച്ചേഴ്സ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയുണ്ട്, വാട്ട്സ് യുവർ ആംബിഷൻ എന്ന് ചോദിക്കും അല്ലേ ക്ലാസ്സിൽ. എല്ലാവരും എണീറ്റിട്ട് ഈ ഡോക്ടർ, മറ്റേ എൻജിനീയർ, അത് ഇത് സിവിൽ സർവീസ്, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കേൾക്കും. എൻ്റെ ഭാഗത്തെത്തുമ്പോൾ മാത്രം ഞാൻ മറ്റേ ഐ ഡോണ്ട് നോ, ഐ മൈറ്റ് ബി എ സിംഗർ എന്ന് പറയുമായിരുന്നു. യെസ്, ഐ നോ. മനസ്സിലായോ? മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂസ് നിങ്ങളോട് ഈ ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ ഉത്തരം അതായിരുന്നു. ബട്ട് വി വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ഗെറ്റ് എ ഡിഫറെന്റ് ആൻസർ. സിംഗർ ഞാൻ എല്ലാവരുടെയും കേട്ടു. എനിക്ക് വേറെ എന്തെങ്കിലും കേൾക്കണം. If not radio jockey, then I would have continued in movies. Yeah, I would have continued in movies. And എനിക്ക് എന്തായാലും ക്രിയേറ്റീവ് ഫീൽഡിൽ തന്നെ ആയിരിക്കും ഞാൻ എന്തായാലും. I don't think I might do that in future. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡെസ്ക് ജോബിൽ I don't know how good I'll be. Okay, like an entertainer. You want to be an entertainer. അങ്ങനെയും പറയാം. എന്റർടൈൻ ചെയ്യാൻ ലൈക്ക് എനിക്ക് ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ശരിക്കും ആഗ്രഹമുള്ളൊരു കാര്യം ഇനിയിപ്പോ അടുത്ത ആഗ്രഹമായി റേഡിയോ എക്സ്പ്ലോർ ചെയ്തു. ഇവന്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഇവന്റ് മാനേജ്മെന്റ് നടത്തണം എന്നില്ല, ഞാൻ അതിൽ വർക്ക് ചെയ്തോളാം. മനസ്സിലായോ? നടത്തണ്ട, നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. എന്നാലും നടത്തണമല്ലോ ഇവന്റ്. അതെ, അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അറിയില്ല. സോ ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് എ PR. നിങ്ങളൊരു പബ്ലിക് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ഐ വിൽ ബി വിത്ത് PR again because I'm not a very ഭയങ്കര ഒരു, ഞാൻ കുറച്ചൊരു സോഷ്യലി ഓക്വേർഡ് പേഴ്സൺ ആണ്. I know it will be difficult for you to digest because ഞാൻ റേഡിയോ പ്രസന്റർ ആണ്. ഹൗ കെൻ യു ബി സോഷ്യലി ഓക്വേർഡ് എന്നൊക്കെ. ഞാൻ മൈക്കിന്റെ പുറകിൽ നല്ല ഇതാണ്, പക്ഷേ
പുറത്തൊരു ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടിട്ട് കഴിഞ്ഞ് ഞാൻ ബി ലൈക്ക് അങ്ങനെയായിരിക്കും. അല്ല ഇത് നിങ്ങൾ ഇന്റർവ്യൂസും വളരെ കുറവല്ലേ കൊടുക്കുന്നുള്ളൂ. അതെ അതെ ഇന്റർവ്യൂസ് വളരെ കുറവാണ് കൊടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് ധന്യ വർമ്മ അതിന്റെ ഒരു ലാസ്റ്റാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടത്. അതിനുശേഷം നിങ്ങൾ അധികം കൊടുക്കുന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോഴും പുള്ളി വേണോ അല്ല വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെ പുതിയതായി കാര്യങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ ഇനി വേണോ ഇന്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് പുതിയ കാര്യം വേണ്ട, ഞങ്ങൾക്ക് പഴയ കാര്യം ആരും ചോദിക്കാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആസ് എൻ RJ ഹിയർ നമ്മുടെ ഈ ഷോ എസ്പെഷ്യലി UAE നിന്നായതുകൊണ്ട് യു ആർ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഫേസസ്. നിങ്ങൾ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഫേസസ് ആണ്. നിങ്ങളുടെ സൗണ്ട് ആയാലും നിങ്ങളുടെ ചിരി ആയാലും നിങ്ങളുടെ ഷാർജ അൽഖാൻ ബ്രിഡ്ജിലേക്ക് കൂടെ പോകുമ്പോൾ വലിയ ഫ്ലെക്സ് നിങ്ങളുടെ അവിടെ ഉണ്ട്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് കാണുന്നത്. ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് വി നോ യു, നിങ്ങളുടെ വാല്യൂ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഷോയിൽ വന്നില്ലെങ്കിൽ അത് നമുക്ക് മോശമല്ലേ നമ്മുടെ എൻ്റെ ഒരു ചിന്ത. അല്ല, എനിക്ക് ജെനുവൻലി ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് വെൻ പീപ്പിൾ കം ഇൻ ടെൽ മീ. ഇപ്പൊ പണ്ട് പുറത്തൊക്കെ പോകുമ്പം ആൾക്കാർ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. ഇപ്പൊ ആൾക്കാർ ആ ഗോൾഡ് FM-ലെ മീര എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു RJ ആയിട്ട് തന്നെയാണ്. ബിക്കോസ് യുവർ വോയിസ്, സംസാര രീതി, ശൈലി, നിങ്ങളൊരു എറണാകുളം കാര്യമാണല്ലോ. അതെ അതെ. നിങ്ങളെ നാടിൽ നിന്ന് പ്രോപ്പർ സിറ്റിയിൽ തന്നെയാണെന്ന് തോന്നുന്നു നിങ്ങൾ അല്ലേ? എടപ്പള്ളി. ഇപ്പൊ പ്രോപ്പർ സിറ്റി എടപ്പള്ളി ഇപ്പൊ ഒരു വേറെ തന്നെ ഒരു ആണ്. പക്ഷെ ഞാൻ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എളമക്കരയിൽ ഞാൻ കുറെ നാൾ താമസിച്ചത്. ആണോ? ശരിക്കും? ഞാൻ ഭാവൻസ് എളമക്കരയിലാ പഠിച്ചത്. ബിക്കോസ് ഞാൻ എളമക്കരയിൽ താമസിച്ചിട്ടാണ് എൻ്റെ എടപ്പള്ളി ഷോപ്പിലേക്ക് ബാക്ക് കുറുക്ക് വഴികളുണ്ട്, ഹെൽമെറ്റ് ഒന്നും എല്ലാം എന്നിട്ട് അല്ല മീൻ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ കയറും. സോ ഒരു നൊസ്റ്റാൾജി തന്നെയാണ് എനിക്ക് അവിടെ അത്രയും നാൾ ഉള്ളത് കൊണ്ട്. എറണാകുളത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ നാട് എറണാകുളം ഇസ് ഹോം. എൻ്റെ നാടല്ലേ. എറണാകുളം എന്ന് പറയുന്ന ബിസി ആയിട്ടുള്ള സിറ്റി ആയിട്ട് പല ആൾക്കാരുടെയും മനസ്സിൽ തോന്നും എന്നുണ്ടെങ്കിലും ഞാൻ താമസിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു നാട്ടുപ്രദേശം ഫീല് തരുന്ന ഒരു ഏരിയ ആണ്. മോസ്റ്റ്ലി ബിക്കോസ് ഇപ്പോൾ എൻ്റെ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ തന്നെ ബന്ധുക്കളാണ്. മനസ്സിലായോ? എൻ്റെ വീടിൻ്റെ തൊട്ട് പുറയിൽ എൻ്റെ അമ്മാമ്മയും തറവാടാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ അമ്മയുടെ അനിയത്തി താമസിക്കുന്ന വീടാണ്. അതിൻ്റെ അപ്പുറത്ത് അമ്മയുടെ ചെറിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ്. ഭയങ്കര ഒരു ഇമോഷനാണ് എനിക്ക് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ഭാഗ്യമാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വീട്ടിൽ നിന്ന് ഹായ് ഞാൻ എത്തി എന്ന് പറയാം. അതെ, അത് ശരിയാ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ വീടൊക്കെ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് എല്ലാം ന്യൂക്ലിയറിലേക്ക് അങ്ങോട്ടും ഓരോ ദൂര സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും കയറി ഇറങ്ങണ്ടേ. നാട്ടിൽ പോയ നാട്ടു നടപ്പുണ്ടല്ലോ. കണ്ടില്ലെങ്കിൽ പിന്നെ കുറെ കേൾക്കേണ്ടി വരും. നാട്ടിൽ പോയ ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം വീട്ടിൽ പല ആൾക്കാരുടെ വീട്ടിൽ പോകണം. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഭാഗ്യവതിയാണ്. അയ്യോ താങ്ക് യു. ടച്ച് വുഡ്. എവിടെ? അല്ല നോ, ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഞാൻ തന്നെ ഓരോന്ന് ഡിസൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഓരോന്ന് ഇപ്പം നമ്മൾ ഈ സൊറബറ ആയാലും എൻ്റെ ഒരു ബ്ലോഗിങ് ആയാലും എൻ്റെ ഒരു ബിസിനസ് ആയാലും എന്തും ഞാൻ എൻ്റെ ഫാമിലിയെ ചുറ്റുവട്ടുള്ള ഏരിയാസും ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓരോന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഹൗ ആൻഡ് വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പം തൊട്ടേ ആ ഒരു ഫാമിലി കൾച്ചർ, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വളർത്തിയത് കൊണ്ടായിരിക്കാം. നിങ്ങൾ ഫാമിലിയെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക്? ഒബ്വിയസ്ലി. എനിക്ക് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ദിവസം പോലും എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഈവൻ ഇഫ് ഷീ ഈസ് ബിസി ഐ വിൽ ബി ലൈക്ക് അയ്യോ ഇന്നെന്തോ ഒരു സുഖമില്ല, അമ്മയോട് സംസാരിച്ചില്ല, അങ്ങനെ. മനസ്സിലായോ? അവരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അവരാണ് എനിക്കെല്ലാം. ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അമ്മയായിട്ടാണ് കൂടുതൽ? അമ്മയും അച്ഛനും രണ്ടുപേരായിട്ടും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഞാൻ എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് പറയാറുണ്ട്, അവരെന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെയാണ്. നിങ്ങൾ ഇപ്പം ഒരു സക്സസ് ആയതിനു ശേഷം
ഞാൻ നേരത്തെ എന്താണ് അത് success എന്നുള്ളത് define ചെയ്യൂ. സക്സസ് ഫോർ മീ സക്സസ് ഇസ് സംതിങ്, ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. എൻ്റെ കാഴ്ചപ്പാടിൽ സക്സസ് എന്ന് വെച്ചാൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. അല്ലാതെ അത് പൂർണ്ണമായിട്ടും അത് 100% നടക്കും എന്നൊരിക്കലും അറിയില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ RJ, ഇറ്റ്സ് എ സക്സസ്, യു ആർ എൻ RJ. പക്ഷെ നിങ്ങൾ വരെയെടുത്ത് നിങ്ങൾ RJൻ്റെ അകത്ത് നിങ്ങൾ 100% ഇതൊരു സക്സസ് ആയിട്ടില്ലെന്നായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് നല്ലതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ബട്ട് നിങ്ങൾ ഈ ഒരു സക്സസ്സിൽ ഇരിക്കെ നിങ്ങളെ ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് അവരൊക്കെ നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങളുടെ ഈ ഒരു വളർച്ചയ്ക്ക്? കോളേജിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് മൂവി മുല്ലയൊക്കെ ചെയ്യുന്നത്. 12th പഠിക്കുമ്പോഴായിരുന്നു. 12th അറ്റൻഡൻസ് കുറവായിരുന്നു, അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്കൂൾ ഫ്രണ്ട്സ് ആർ സ്റ്റിൽ ലൈക്ക് വി ആർ ഓൾ ഇൻ ഗുഡ് ടച്ച്. നമ്മളിപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്, നമ്മൾ ഇപ്പോൾ ഫ്യൂ ഓഫ് ദം ആർ ഹിയർ, അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. നാട്ടിൽ പോണ സമയത്ത് അവരെ കാണാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കോളേജിൽ പഠിക്കുമ്പം ആ സമയത്ത് സത്യം പറഞ്ഞാൽ അറ്റൻഡൻസേ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 3 വർഷം 30 ദിവസം എന്തെങ്കിലും ആയിരിക്കും എൻ്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അതെ, ഷൂട്ട്സിന് പോകുന്നത് കൊണ്ട് എനിക്ക് അറ്റൻഡൻസ് കുറവായിരുന്നു. അതുകൊണ്ട് കോളേജ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അധികം പേരൊന്നുമില്ല. വിരലിലെണ്ണ 1-2 പേരേ ഉണ്ടാവുള്ളൂ എൻ്റെ അങ്ങനെ സുഹൃത്തുക്കൾ. സെയിം ആണ്, എനിക്കും കോളേജിൽ അറ്റൻഡൻസ് ഭയങ്കര കുറവായിരുന്നു. അതെന്തുകൊണ്ടാണ്? സമരത്തിന് വേണ്ട. രാഷ്ട്രീയത്തില്, കോളേജ് രാഷ്ട്രീയത്തിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ NRI കിട്ടല്ലേ, എനിക്ക് ഇതിനെ കുറിച്ച് ഒരു വിവരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നു, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നു, അതിലിങ്ങനെ കയറുന്നു, കൊടി വരുന്നു, ഇതിങ്ങനെ പിടിക്കുന്നു, കയറുന്നു, ഇത് നല്ല രസമുണ്ട്, വാവ്, നല്ല ഒരു ക്ലാസ് കട്ട് ചെയ്യാം, നല്ല രസമല്ലേ. പിന്നെ അവസാനം ടീച്ചർമാർ ഇങ്ങോട്ട് എന്നോട് പറയും, അറ്റൻഡൻസ് തരാം, വരണ്ട, വരാതിരുന്നാ മതി. എന്നെ രാവിലെ 7 മണിക്ക് കണ്ടാൽ ടീച്ചറിനറിയാം, അവൻ സമരം കൊണ്ടുവരുന്നുണ്ട്. ഇല്ല, ഞങ്ങളുടെ കോളേജിൽ രാഷ്ട്രീയം അങ്ങനെ ഉണ്ട്. സെന്റ് ട്രീസസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, എറണാകുളത്ത്. അതെ, അപ്പോ രാഷ്ട്രീയം ഞാൻ 2008 to whatever, like 3 years. Oh my god. My cousins, 2 cousins studied there. അല്ലേ? വയലാന ആൻഡ് ജൂലിയാന. എന്നുവെച്ചാൽ രണ്ടുപേരും അവിടെ തന്നെയാണ് പഠിച്ചത്. 2000 ആ ഒരു സമയത്ത് തന്നെയാണ്. ശരി, ബോത്ത്. കൊള്ളാം. ഞാൻ കോളേജിൽ പോവാത്തോണ്ട് എനിക്ക് എൻ്റെ ക്ലാസ്സിലെ തന്നെ എല്ലാവരുടെയും പേരുകൾ എനിക്ക് കുറച്ച് പ്രശ്നമാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട്, ഷീസ് ലൈക്ക് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, മീനാക്ഷി എന്ന് പറഞ്ഞിട്ട്. ഷീ ലിവ്സ് ഹിയർ ദുബായിൽ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇരിക്കുമ്പം നമ്മൾ പണ്ടത്തെ കോളേജിലെ കഥകളൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ ചോദിക്കും, അതാരായിരുന്നു, ഇതാരായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി, അത് ജാടയല്ല, എനിക്ക് ജെനുവിൻലി അറിയില്ല, അതുകൊണ്ടാണ്. എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്ന് പറഞ്ഞതാ, കുറച്ച് എളുപ്പമാക്കി തന്നെ. അതെ, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അഗൈൻ നിങ്ങൾ അത്രയും ഫേസസ് കാണുന്നല്ലേ, ചിലപ്പോ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോ ഓർമ്മ ഉണ്ടാവും. അല്ല, കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഐ നോ, എന്തായാലും കാണും, സംസാരിക്കും. പക്ഷേ പെട്ടെന്ന് പേര് പറയുമ്പോൾ അയ്യോ അതാരായിരുന്നു, അയ്യോ ഇതാരായിരുന്നു എന്നുള്ളത് നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഈവൻ നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ പേരുകളൊക്കെ പറയും. ചില 2-3 പേരുടെ പേരുകളൊക്കെ എനിക്കറിയാം. അതിൽ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ ഞാൻ കോളേജിൽ അങ്ങനെ ഇരുന്ന് അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. ആൻഡ് ഐ റിഗ്രറ്റ് ഡൂയിങ് ദാറ്റ്. ബിക്കോസ് എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കണമെന്നുള്ളത്. അതെ, എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. അല്ല, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് ഇവിടുത്തെ ഏറ്റവും വലിയ, ഞാൻ തോന്നുന്നു, സ്പീക്കിംഗ് സ്കിൽസ് ആണ് അല്ലേ. ഒരു ജോബും ഇവിടെ UAE-ലായാലും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആണ് ഏറ്റവും വേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ്, 10 വർഷം നിങ്ങൾ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതൊന്നും വിഷയമില്ല. പിന്നെ പഠിക്കുന്ന വെച്ചാൽ ആ കോളേജ് കൾച്ചർ, കൂടുതൽ കാര്യങ്ങൾ, എക്സ്പോഷർ, ഇതിനൊക്കെ വേണ്ടിയാണ്. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം നിങ്ങൾ ആക്റ്റീവായത് സ്കൂളിലാണ്. സ്കൂളിൽ എന്തെങ്കിലും ഒരു മെമ്മറീസ് നിങ്ങൾ ഇപ്പോഴും ഓർത്ത് ചിരിച്ച് ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. എനിക്കിപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. കാര്യം സ്കൂളെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈമാണ്. എൻ്റെ സ്കൂളിലുള്ള സുഹൃത്തുക്കളുടെ കൂടെയുള്ള സമയം. ഇപ്പോൾ രാവിലെ ഞാൻ 11th 12th എപ്പോഴും ഞാൻ രാവിലെ ചെന്ന് ബാഗ് ക്ലാസ്സിൽ വെക്കും, നേരെ കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ പോവും.
പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യും. നമ്മളുടെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈവൻ ഇഫ് ദേ ഡോണ്ട് കോൾ മീ ഐ വിൽ ഗോ, ഐ എം ദെയർ, ഓക്കെ, എന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാറുണ്ട് എപ്പോഴും. അപ്പോൾ ആ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ എക്സാംസ് എന്ന് പറയണത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. പക്ഷേ അല്ലാത്ത സമയം ദ ടൈം ദാറ്റ് ഐ സ്പെൻഡ് വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ് സ്കൂളിലുള്ളപ്പോൾ അതൊക്കെ ഐ സ്റ്റിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ചെറിഷ് ഈച്ച് ആൻഡ് എവറി എന്താ പറയുക മെമ്മറി. ഭംഗിയാറുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞേ, ക്ലാസ്സിൽ രാവിലെ പോവും, ബാഗ് വെക്കും, നേരെ കലാക്ഷേത്രത്തിലേക്ക് പോകും. പിന്നെ സ്കൂൾ ബ്രേക്കിന്റെ സമയത്ത് തിരിച്ച് ക്ലാസ്സിൽ വരും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോവും. ഓ യാ അവരൊക്കെ ആയിട്ട് നല്ല, ഇപ്പം നാട്ടിൽ പോകുമ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട് ടീച്ചേഴ്സിനെ. കല്യാണത്തിനൊക്കെ വന്നിരുന്നു അവര്. സോ യാ അതൊക്കെ ഭയങ്കര വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ഐ സെഡ്, ഇപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഷോ ഉണ്ട്, രാവിലെ നമുക്ക് ബേസിലായിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ വൈഫായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. ഐ കനോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രോം ഹെർ, ബട്ട് എന്നെ ഹെൽപ്പും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പ്രഷർ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റില്ല. ബട്ട് ഓൾവേസ് ഞാൻ ഡിസ്കസ് ചെയ്യും എല്ലാം. സോ ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ലൈഫ് പാർട്ട്ണർ ഇസ്, എസ്പെഷ്യലി നമ്മുടെ UAE എല്ലാവരും അവരുടെ ആയ ജോലിയിലും തിരക്കിലും പെട്ടുന്ന സമയത്ത് വി നീഡ് സംതിങ്. എല്ലാവർക്കും ആ ഒരു ഇൻട്രാക്ഷൻ, എസ്പെഷ്യലി നമ്മുടെ ഉമ്മയും ഫാദറും മദറെക്കാളും കൂടുതൽ ഞാൻ തോന്നുന്നു ഒരു നിങ്ങളുടെ ഹസ്ബൻഡ്, എൻ്റെ വൈഫും ഹസ്ബൻഡായിട്ടുള്ള ഇൻട്രാക്ഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ക്രൂഷ്യൽ ഡു യു തിങ്ക്, എസ്പെഷ്യലി ഇൻ ദിസ് ജനറേഷൻ? ഞാൻ പല ആൾക്കാരും കപ്പിൾസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലവരും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ അവർ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ, മോനെ കല്യാണം കഴിക്കേണ്ട, ജീവിതം ഇല്ലാതോ. ഈ ഒരു ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ വൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളായിട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഇഷ്ടമാണ്, അവളായിട്ട് പുറത്തു പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇതല്ല എനിക്ക് നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. സോ ദെയർ മൈറ്റ് ബി അതർ ടോക്സിക് റിലേഷൻഷിപ്സ്, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതേപോലെ ചെയ്തിട്ട് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നും, കല്യാണം ഒന്നും വേണ്ട, സോളോ ആയിട്ട് ജീവിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുക, ബാച്ചിലറായി ജീവിക്കുക, ഇങ്ങനെയുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? If somebody wants to get married, let them get married. If they don't want to get married and live a single life, let them be. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് തന്നെ ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഐ സേ ഇസ് നോട്ട് കൺഗ്രാജുലേഷൻസ്, ഫസ്റ്റ് തിങ് ഐ ആസ്ക് ദെം ഇസ് ആർ യു റെഡി ഫോർ ദിസ്? അതാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാൻ തീരെ കല്യാണം കഴിക്കാൻ റെഡി അല്ലാതിരുന്ന സമയത്താണ്, ആക്ച്വലി റെഡി അല്ലാതിരുന്ന സമയത്തെന്നല്ല, ഞാൻ വിചാരിച്ചില്ല എനിക്ക് പറ്റുന്നൊരു ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ആൻഡ് ആ സമയത്താണ് ശ്രീജു ഹാപ്പൻഡ്. അങ്ങനെ ഒരാൾ റെഡി ആകുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് ബിക്കോസ് ഓഫ് നമ്മുടെ ഫാമിലി പ്രഷർ ചെയ്യുന്നു, നമ്മളുടെ ഫ്രണ്ട്സ് പ്രഷർ ചെയ്യുന്നു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിഞ്ഞു, നമ്മൾ മാത്രം കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണം, അങ്ങനെയൊന്നും അല്ല. യു ഹാവ് ടു ബി റെഡി. യു ഹാവ് ടു ബി മെൻ്റലി റെഡി ടു ഗെറ്റ് മാരിഡ്, ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ലൈഫ് ഫോർവേഡ്. മനസ്സിലായോ? അതുകൊണ്ട് ദാറ്റ്സ് എ ബിഗ് ഡിസിഷൻ. യു ജസ്റ്റ് ലെറ്റ് ദെം ബി എന്നുള്ളതാണ്. സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കുക. അതെ, അത്രയേ ഉള്ളൂ. അതാണ് മെയിൻ. മറ്റുള്ളവരുടെ പ്രഷറിൽ വീഴാതിരിക്കുക. അതെ, ഇപ്പോൾ വേറൊരാൾക്ക് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അത്രയേ ഉള്ളൂ. അവർ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കരുത്. അല്ല, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാന്നോ അല്ലെങ്കിൽ ഇതൊന്നും പറയുന്നില്ല. എവറിത്തിങ് ദാറ്റ്സ് ദ പാർട്ട് ഓഫ് ലൈഫ്. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് ജോലി, ഇപ്പം ആസ് എൻ ആർജി നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, പ്രശ്നമില്ലാതെ പോവും. അല്ലാതെ എല്ലാവരും വിചാരിക്കും നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും പ്രശ്നങ്ങളൊന്നും ഇല്ല, സാലറി കിട്ടുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയല്ല, പ്രശ്നങ്ങൾ എന്തായാലും. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ റൈറ്റ് പാർട്ട്ണർ. എക്സാക്ട്ലി. നമുക്ക് അത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഷുഡ് ഗോ ഫോർവേഡ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരിഡ്, ഇഫ് യു വാണ്ട് ടു
ലിവ് യുവർ ലൈഫ് ആസ് പാർട്ട്നേഴ്സ് മാതിരി ജീവിച്ചാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അതുമല്ല സിംഗിളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സൊസൈറ്റൽ പ്രഷറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമുക്ക് തരുന്ന പ്രഷറിലോ ഒന്നും അങ്ങനെ ആവരുത്. നമ്മൾ ശരിക്കും എപ്പോഴും ഓപ്പണറായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഇന്ന് കഴിച്ചേന്നാണ്. ശരിക്കും ഇന്ന് അതിനോട് മറന്നുപോയി, കുറച്ച് ലേറ്റായി പോയി. ശരിക്കും നിങ്ങൾ ഇന്ന് എന്താ കഴിച്ചത്? ഇന്ന് രാവിലെ ആക്ച്വലി ഞാനൊരു മീൽ പ്ലാൻ ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കത് മതിയായി. ഐ വാസ് സോ ഡൺ വിത്ത് ഇറ്റ് ബിക്കോസ് അത് കീറ്റോ പ്ലാൻ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ വൈൽ നമുക്ക് മടുക്കുമല്ലോ. അങ്ങനെ എനിക്ക് മടുത്തു. അതൊരു മലയാളിക്ക് മടുക്കാതിരിക്കുമോ? അതെ, എക്സാക്ട്ലി. എനിക്ക് ശരിക്കും നമ്മുടെ നല്ല ചോറും കറിയും, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മനസ്സിലായോ? ജെന്യുവൻലി എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീറ്റ ഇന്ന് എന്താ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീക്കുക, ജെന്യുവൻലി. എന്താ കഴിക്കുക? ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാൻ തോന്നിയത് ഇഡ്ലിയാണ്, പൊടി ഇഡ്ലിയാണ്. സോ ഐ ഓർഡേഡ് പൊടി ഇഡ്ലി ആൻഡ് ഐ ഹാഡ് പൊടി ഇഡ്ലി. അടിപൊളി. ഐ കുഡന്റ് മേക്ക് ബിക്കോസ് ഇന്ന് ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ. ആൻഡ് വീക്കെൻഡ്സ് പൊതുവേ ഞാൻ കുക്ക് ചെയ്യില്ല, വീക്ക് ഡേയ്സ് കുക്ക് ചെയ്യും. ശരി, ദൈവം നിങ്ങളുടെ ഇനി കഴിച്ചാൽ തടിക്കില്ല ഒന്നും ആവാം. ഞാൻ പറയാണ്, ഒരു സിനാരിയോ ഞാൻ പറയാണ്. നിങ്ങൾ തടിക്കാൻ പോകുന്നില്ല, നിങ്ങളെ That's my dream. അല്ല, ഇപ്പൊ എല്ലാ വുമൻ ഡ്രീമാണ്. എനിക്കറിയാം, എന്റെ ഭാര്യ പോലെ എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ഇത് എന്ത് കഴിച്ചാൽ ഞങ്ങളെ ശരീരം മാറാതിരിക്കും? അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എവറി ഡേ, വാട്ട് വുഡ് യു ഹാവ്? ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്? നല്ല ദോശ, ക്രിസ്പി ആയിട്ടുള്ള ദോശ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചട്നി ആൻഡ് സാമ്പാർ. ആൻഡ് ദോശയാകുമ്പോൾ വെറൈറ്റീസ് ഉണ്ടാവാമല്ലോ. നമുക്കതിൽ പൊടി ദോശ ഉണ്ടാക്കാം, ഗീ ദോശ ഉണ്ടാക്കാം, മസാല ദോശ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദോശ ഞാൻ. ചീസൊക്കെ തുടങ്ങി? ചീസൊന്നും പറ്റില്ല. നോ. ബീറ്റ്റൂട്ട്? നോ, ഒന്നും പാടില്ല. നോ. മറ്റേത് അപ്പം നമുക്ക് അസല് കർണാടകൻ സ്റ്റൈൽ ദോശ കിട്ടിയാൽ മതി. നമ്മുടെ നാടൻ ദോശ ബ്രോ. നാടനാണോ വേണ്ടേ? എനിക്ക് ദോശ എന്ന് വെച്ചാൽ ഞാൻ വേണ്ടത് തമിഴോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള. കർണാടക സ്റ്റൈൽ ദോശയിലുള്ള ആകെയുള്ളൊരു കുഴപ്പം ഭയങ്കര മധുരമായിരിക്കും സാമ്പാറിന്. ഓ, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ഗുഡ് ഫോർ യു. നല്ല മധുരമുള്ള സാമ്പാറാണ് എനിക്ക്. കറക്റ്റ് ആണ്. ആ സാമ്പാർ വെറുതെ കുടിക്കാം. എനിക്ക് പക്ഷെ അങ്ങനെ ഭയങ്കര മധുരമുള്ള സാമ്പാറിനോട് വലിയ താല്പര്യമില്ല. ഐ മീൻ നമ്മൾ ഇടയ്ക്കൊക്കെ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ അത് ഓക്കെയാണ്. എനിക്ക് മറ്റേ നമ്മുടെ വീനസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, മനസ്സിലായ? പക്ഷെ അത് ഇടയ്ക്ക്, എല്ലാ ദിവസവും ഒന്നും പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാമ്പാറും നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നല്ല സന്തോഷമുള്ള. ഞാൻ നിങ്ങൾ വന്ന് ഇരുന്നപാട് ഞാൻ നിങ്ങളോട് കുറച്ച് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാണ്, നിങ്ങൾ നാട് എവിടെയാന്ന് ഞാൻ ചോദിച്ചു. അതെ അതെ അതെ. നിങ്ങൾ ഞാൻ ഒന്നുകൂടി ഉറപ്പുവരുത്തിയതാണ്. എനിക്കറിയാം എറണാകുളം. നിങ്ങൾ ആ ഭാഷയിൽ ആ സമയത്ത്, ഇപ്പോഴത് വരുന്നില്ല, ഒരു മലബാർ ചോയ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ. അപ്പൊ ഞാൻ ചോദിച്ചല്ലോ. അതെ അതെ അതെ. നിങ്ങൾ മലബാർ, എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതെ അതെ അതെ. എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മിക്കവാറും മലബാർ. ഒരു മലബാർ ഫ്രണ്ട്സ് വെച്ചിട്ട് നിങ്ങൾ ദോശ സെലക്ട് ചെയ്തത് എനിക്ക് അതിശയം. No, I love biryani. I absolutely love biryani. I love മറ്റേ നമ്മുടെ പൊരിച്ച ചിക്കൻ ഫ്രൈയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ആരും കഴിക്കില്ലല്ലോ. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നല്ലേ പറഞ്ഞത്? എല്ലാ ദിവസവും ബിരിയാണി എന്നെ കൊണ്ട് പറ്റില്ല. ഞാനെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. എല്ലാ ദിവസവും കഴിക്കണം. പക്ഷെ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് നല്ല ദോശ ഇഷ്ടമാണ്, എനിക്ക് നല്ല ബർഗർ ഇഷ്ടമാണ്, എനിക്ക് നല്ല പിസ്സ ഇഷ്ടമാണ്, പാസ്ത ഇഷ്ടമാണ്. എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ഫുഡും. എനിക്ക് മെക്സിക്കൻ ഫുഡിനോട് മാത്രം വലിയ താല്പര്യമില്ല. ബാക്കിയെല്ലാം Arabic is also nice. Yeah, I love Arabic. മറ്റേ ബ്രെഡ്സും ഹമ്മസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ഫുഡ് നിങ്ങൾക്ക് ഇവിടെ ഏതാണ്? ഇവിടെ നല്ല പൊറോട്ടയും ബീഫും. ഓ, നിങ്ങൾ നല്ലോണം കുക്ക് ചെയ്യൂ? ഞാൻ ആക്ച്വലി ഐ കൻ സേ റെസ്റ്റോറൻറ്റിന്റെ പേരൊക്കെ പറയാമോ? കുഴപ്പമില്ല. എനിക്ക് 6-ാമത്തിലെ പൊറോട്ടയും ബീഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ആൻഡ്
ഞാൻ ഫസ്റ്റ് സ്പോട്ട് എല്ലാവരുടെയും സജസ്റ്റ് ചെയ്യുന്ന പൊറോട്ട ബീഫിന് ആറാമം തന്നെയായിരിക്കും. യാതൊരു സംശയം. ഇവൻ ചായ, അവിടുത്തെ ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ടയും ബീഫും അവിടുത്തെ ചായയും എന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. ഞങ്ങൾക്ക് ഈ ഫുൾ RJ ടീമിനെയും പോയിട്ട് നമുക്കൊരു ഫുഡ് ട്രിപ്പ് അടിച്ചാൽ ഇവിടെ നമുക്ക് ഞാൻ ടെൽ യു സംതിങ്. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കൊണ്ടുപോകുന്ന ഫസ്റ്റ്, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പിക്ക് ചെയ്ത ഉടനെ ഞാൻ കൊണ്ടുപോകുന്ന ആരാമത്തിലേക്കാ. അറിയോ? ആൻഡ് ദേ സേ നാട്ടില് പോലും ഇത്രയും രുചിയിൽ കിട്ടൂലല്ലോ എന്ന് പറയും. മനസ്സിലായോ? അപ്പം എനിക്ക് അവിടുത്തെ പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഇഷ്ടമാണ്. ഒരു സമയത്ത് എല്ലാ വീക്കും ഞാൻ പോയി അവിടുത്തെ പൊറോട്ടയും ബീഫും കഴിക്കും. ഞാൻ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും, ഒറ്റയ്ക്ക് പോയി കഴിക്കും. അങ്ങനെയായിരുന്നു. കോവിഡ് ഹാപ്പൻഡ്. കോവിഡ് നടന്നപ്പോൾ വെൻ ദാറ്റ് വാസ് ഹാപ്പനിങ്, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആരാമത്തിലെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ. I actually learned to make beef during COVID. I never cooked beef before. കോവിഡിന് ഞാൻ കുക്ക് ചെയ്യാത്ത സാധനങ്ങളില്ല. അറിയോ? എനിക്കിതൊക്കെ ക്രേവിങ് വന്നിട്ട് one fine day I was craving for butter naan and butter chicken. അത് രണ്ടും ഉണ്ടാക്കി. Oh my god. Because സമയമുണ്ട്, നമുക്ക് സമയമുണ്ട് ഉണ്ടാക്കാനായിട്ട്. മഹാമാരി അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ ആ സമയത്ത്. പക്ഷെ കോവിഡ് നിന്നപ്പോൾ പിന്നെ നമ്മൾ പുറത്തു പോയി കഴിക്കുമല്ലോ. എനിക്ക് ആ ഒരു മെയിൻ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഈ മഹാമാരി കോവിഡിന് ശേഷമാണ് ഡിജിറ്റൽ മീഡിയ ഭയങ്കരമായിട്ട് ഫ്ലറിഷ്. ആ സമയം വരെ RJകളുടെ വിളയാട്ടമായിരുന്നു റേഡിയോ ചാനൽസ്. എല്ലാവരും ഒരു ന്യൂസ് അറിയണമെങ്കിലും, ഒരു കാര്യം അറിയണമെങ്കിലും, ഒരു ഈവന്റ് അറിയണമെങ്കിലും, ഒരു പരസ്യം കേൾക്കണം, എല്ലാം റേഡിയോ ആയിരുന്നു. നേരെ മറിച്ച് ഇത് വന്നപ്പോൾ എല്ലാം മാറി. പക്ഷെ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് റേഡിയോ ഇൻഡസ്ട്രിക്ക് ഇവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ജെന്യുവൻലി ഡോണ്ട് തിങ്ക്. ബിക്കോസ് സ്റ്റിൽ ആൾക്കാർ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദേ വുഡ് വാച്ച് എ വീഡിയോ ആൻഡ് ഡ്രൈവ്. ദേ വുഡ് സ്റ്റിൽ ലിസൺ ടു റേഡിയോ. ആൻഡ് യു നോ അബൌട്ട് ദ ട്രാഫിക് സിറ്റുവേഷൻ നൗ. അല്ലേ? അത്യാവശ്യം നല്ല ട്രാഫിക് അല്ലേ? ട്രാഫിക് കൂടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആൾക്കാരായിരിക്കും. മനസ്സിലായോ? ട്രാഫിക് കൂടണേ. പക്ഷെ നമ്മൾ റോഡിലിറങ്ങുമ്പോൾ നമുക്ക് ട്രാഫിക് ഇഷ്ടമല്ല. എനിക്ക് ജീവിതകാലം ഇവിടെ RJ ആണ്, ട്രാഫിക് കൂടട്ടെ. അതെ. അപ്പോൾ ഐ റിയലി ഡോണ്ട് തിങ്ക് ആരും അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോബ്ലി പോഡ്കാസ്റ്റ് കേൾക്കുമായിരിക്കും ആൾക്കാർ. പക്ഷേ റേഡിയോ ലിസൺ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ. ഇതിൽ ഒരു UAE കിട്ടുന്ന നിലക്ക് ഞാൻ പറയും, ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ, നമ്മുടെ ഇവിടുത്തെ പ്ലാൻ തന്നെയാണ്. റേഡിയോവും സർവൈവ് ചെയ്യണം, വീഡിയോവും സർവൈവ് ചെയ്യണം. ബിസിനസ് ആണ്, എക്കോണമി, അതാണ് വലുത്. എല്ലാം ഒരുമിച്ച് ഫ്ലറിഷ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാഫിക്. അല്ലെങ്കിൽ 2-3 പാലങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാം ഈസാക്കാനുള്ള വഴിയേ ഉള്ളൂ. സിമ്പിളാണ്. അല്ലല്ല, ട്രാഫിക് കുറയ്ക്കാനുള്ള പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മെയിൻ ഒരു റോഡ് ഉണ്ട്, ആ റോഡിലെ ട്രാഫിക് ഇപ്പോഴും ഏറ്റവും പീക്ക് തന്നെയാണ്. ഞാൻ ആ റൂട്ടിലൂടെ ഇപ്പൊ വന്നത്. യെസ്, അത് എപ്പോഴും അത് മാറാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ ആർ എന്ന് പറഞ്ഞൊരു കാര്യം ആസിഫ് തന്നെ ഒരു വീഡിയോ വന്ന് ഭയങ്കര വൈറലായിരുന്നു. പുള്ളി ലൈക്ക് ദ ഗോൾഡൻ ആർ, ആ ഒരു ഗോൾഡൻ ലൈറ്റ്സ് വൈകുന്നേരം ആ ഒരു റോഡ്. ഐ നെവർ ഗെറ്റ് ടു സീ ദ ലൈറ്റ്സ് ഗോൾഡൻ ആർ. ഞാൻ എപ്പോഴും ആ സ്റ്റുഡിയോയുടെ അകത്തായിരിക്കും. 6 മണിക്ക് ശേഷം ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന. അല്ലല്ല, അപ്പൊ വീക്കെൻഡ്സിലായി ഡെഫിനറ്റ്ലി. പക്ഷെ വീക്കെൻഡ്സിൽ now the problem is most of the weekends there is something or the other happening. And I am somewhere or the other. മനസ്സിലായോ? എനിക്ക് പുറത്ത് നിന്ന് ഈ സൺസെറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. നോ, വി ഓൾവേസ്, നമ്മളിപ്പോഴും, ഞാൻ പറയട്ടെ, ഇപ്പോഴും ആ റൂട്ടിലെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അതൊന്ന് വീഡിയോ എടുത്തു. ഓൾവേസ്. ഏതാണ്? അൽക്കീൽ റോഡാണോ? ഷെയ്ഖ് സായിദ് റോഡില്, അൽക്കീൽ റോഡിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അൽക്കീൽ റോഡിലും ഭയങ്കര രസമാണ് വരുമ്പോ. അത് സൈഡ് ഷെയ്ഖ് സായിദ് റോഡ് സൈഡ് അവിടെ നിന്ന് കാണുമ്പോ ഇല്ലേ, എവിടുന്ന് ഷൂട്ടിനായിരുന്നു വരുന്നത്? ഏതൊരു ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. ആ ഷൂട്ട് കഴിഞ്ഞ ഒരു ലുക്ക് അറ്റ് ദാറ്റ് മാൻ. ഓ അതെ അതെ അതെ. അല്ല, അത് ശരിക്കും ദുബായിക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മൾ
ഇങ്ങനെ അത് ഇവിടെ താമസിച്ച് ഇത്രയും വർഷമായിട്ടും നമ്മൾ വി സ്റ്റിൽ ആർ ഇൻ ഓ ഓഫ് ദ ബ്യൂട്ടി ഓഫ് സേ ബുർജ് ഖലീഫ സ്കൈ ലൈൻ. രണ്ട് പെർസ്പെക്റ്റീവ് ആണ് അല്ലേ? അതെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നതാണ് സിറ്റി ഓഫ് ഡ്രീംസ്. സിറ്റി ഓഫ് ഡ്രീം എന്തുകൊണ്ടാണ് ഞാനെന്നൊരു വ്യക്തി അത് കാണുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കഠിന അധ്വാനത്തിലേക്ക് ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതാണ് തോന്നിയത്. പലവരും പറയാ നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ മതി, 1 മണിക്കൂർ ട്രാഫിക്കിൽ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ വേണം പറയാൻ. ഇതൊക്കെ പല പേഴ്സ്പെക്റ്റീവിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പല കമന്റ്സ് ആണ് വരുന്നത്. പല രീതിയിലുള്ള ചിന്ത. ഒരു കോയിൻ 2 സൈഡുള്ള പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ഇപ്പോഴത്തെ ജനറേഷനോട്? എല്ലാം ഒന്ന് പോസിറ്റീവായി കാണാൻ ശ്രമിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിമ്പിളായിട്ട് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ട് ശ്രമിക്കൂ. അല്ല, ജസ്റ്റ് ട്രൈ ബീങ് പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്ലി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഈവൻ യുവർ ലൈഫ് വിൽ ബി ബെറ്റർ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ എണീറ്റ് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. എക്സാക്ട്ലി. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ ഇഫ് വി ട്രൈ ടു തിങ്ക് പോസിറ്റീവ്ലി, നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എനർജീനെയാണ് അട്രാക്ട് ചെയ്യണത്. ഒരു ദിവസം കൊണ്ട് നമ്മുടെ റൂം ബിൽഡ് ആവില്ലല്ലോ. അതെ, പക്ഷേ വി ക്യാൻ ട്രൈ. അല്ല, ലുക്ക്, അതാണ് പല ആൾക്കാരുടെ ശ്രമം എന്ന് വെച്ചാൽ ഞാനതൊന്ന് ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആയിട്ട് കൂടെ ഒരു പരിപാടിക്ക് പോവാണ്. ഞാൻ ഇവിടുന്ന് തരുന്ന എനർജിയാണ് അതിൽ റിഫ്ലക്ട് ചെയ്യാൻ അല്ലേ? ഞാൻ നിങ്ങളുടെ ഇവിടെ ഒരു പ്രശ്നങ്ങളുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യുവർ മൂഡ് ഇസ് കംപ്ലീറ്റ്ലി ഗോണ ചേഞ്ച്. നിങ്ങളൊരു നെഗറ്റീവ് വൈബിലേക്ക് വരാൻ പോകും. അപ്പോൾ എപ്പോഴും ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ ദുബായ് നമുക്ക് അങ്ങനെ ഒരു എനർജി തരുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ വിളിച്ചു ഉണർത്തി വാ 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 അങ്ങനല്ല, അവിടെ ഉണ്ട്. നമ്മളത് പോയി ആ പോസിറ്റീവ് എനർജി. അതെ അതെ അതെ. അല്ല, സീരിയസ്ലി ഇപ്പൊ നമ്മൾക്ക് ഇഫ് യു ആർ ഹാവിങ് എ ബാഡ് ഡേ, യു നോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു കോൾ us and say ഭയങ്കര മോശം മൂഡായിരുന്നു, പക്ഷെ നമ്മൾ ഷെയ്ഖ് സായദ് റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുബായ് ഫൗണ്ടൻ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാലൊക്കെ ആ മൂഡ് ഒന്ന് നമ്മുടെ മാറും. അതാണ് ഈ സ്ഥലത്തിന്റെ മാജിക് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ? കറക്റ്റ്. അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ. നോ ഡൗട്ട്. ഞാനൊക്കെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, രാജ്യത്തേക്ക് പോകാം. എക്സാക്ട്ലി. ദുബായ് UAE എന്ന രാജ്യം നമുക്ക് തരുന്ന സൗകര്യവും കൺവീനിയൻസ് അല്ലേ? നമ്മളെ ചീത്താക്കാണ് ശരിക്കും പറഞ്ഞാല്. അതെ, ശരിക്കും. എന്റെ ഹസ്ബൻഡ് ഇവിടെ ആദ്യം വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഒക്കെ എന്താ ഇങ്ങനെ വേറെ ലെവലാണല്ലോ എന്നുള്ള രീതിയിൽ. ബിക്കോസ് ദേ ആർ നോട്ട് യൂസ് ടു, അവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല. എൻ്റെ ഭാര്യ റീസെൻ്റ്ലി നമ്മൾ UK പോയപ്പോൾ പുള്ളിക്കാരത്തി രാത്രി ഇന്ന സമയത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. അവരുടെ നോ വേസ്, ഐ ഡോണ്ട് ട്രസ്റ്റ്. അറ്റ് ദി എൻഡ് ഇവിടെ 2 മണിക്ക് വിളിക്കുകയാണ്, ഞാൻ 3 മണിക്ക് എത്തും. എന്നോട് പറയുന്നത് ട്രസ്റ്റ്, നമുക്ക് വിശ്വാസമാണ് ഇവിടെ. അതെപ്പോഴും നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളൊരു RJ എന്ന പെർസ്പെക്റ്റീവിൽ നിങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. നല്ല വശവും ചീത്ത വശവും. അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മോശ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോശ കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് വെക്കാറില്ല. വളരെ ശരിക്കും മോശം കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് ആലോചിച്ച് വെക്കാറില്ല. ബിക്കോസ് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മോശം കാര്യങ്ങളും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഈവൻ ഇഫ് ഐ കം അക്രോസ് എ ബാഡ് കമൻറ്റ് ഓർ യു നോ എ ബാഡ് ന്യൂസ്, ഞാൻ അത് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറില്ല. ബിക്കോസ് അതിനുള്ള ഒരു സ്ഥലമാക്കരുത് നമ്മുടെ ഒരു മൈൻഡ്. ആൻഡ് അത് നമ്മൾ പോസിറ്റീവായി മാത്രം വെക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത നിങ്ങളുടെ എന്തെങ്കിലും പുതിയ പരിപാടികൾ വരുന്നുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിരുന്നു പോയി പ്ലാൻ ചെയ്യണം. ഇവന്റ് മാനേജ്മെന്റ് ഈ സുബിൻ ചോദിച്ച് എന്നെ കുഴപ്പിച്ചല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ ആംബിഷ്യസ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ എം ദാറ്റ് ആംബിഷ്യസ്. അങ്ങനെ ഒരാളല്ല. I love what I'm doing right now. I just want to be best at it. ട്രാഫിക് കൂടണം. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മാത്രം ട്രാഫിക് കൂടരുത്, സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ട്രാഫിക് ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന്. അയ്യോ അല്ല, തമാശക്ക് പറഞ്ഞാണ്. ട്രാഫിക് കൂടണം എന്നല്ല, I just want to do my best in radio. ട്രാഫിക് കൂടണം എന്നല്ല,
ട്രാഫിക് ഡബിൾ ആവണം അല്ല, നോ ഒഫൻസ്. ബട്ട് അഗൈൻ ആസ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സൊറബറ ആസ് ഓൾവേസ് നമ്മൾ നല്ലൊരു ടോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷോ നടത്തുന്നത്. ഞാൻ നിങ്ങൾ ഒത്തിരി ചിരിച്ചു, അപ്പം നമ്മളത് വിജയമാണ് നമ്മുടെ. ആൻഡ് നമ്മുടെ ഈ ഷോയുടെ സ്പോൺസേഴ്സ് ആണ് സെയ്തൂൻ. കേട്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, സോറി. ഓക്കെ, സെയ്തൂൻ റെസ്റ്റോറൻറ്റ്സ് ഇൻ ഖത്താർ, ചെന്നൈ, ഇപ്പൊ കാലിക്കറ്റിലും അവരുടെ പുതിയ ഒരു ബ്രാഞ്ചും കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോഴിക്കോട് ഭാഗത്തോ അല്ലെങ്കിൽ ചെന്നൈ ഭാഗത്തോ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല, ദുബായില്ല, സൂൺ ഓക്കെ ഇവിടെയും വരുന്നുണ്ട് അവരുടെ ബ്രാഞ്ച്. ബട്ട് ഇപ്പൊ കോഴിക്കോടാണ് നെക്സ്റ്റ് പ്രൊജക്ട് അവിടെ വരുന്നത്. ഖത്തറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കഴിക്കണം. അടിപൊളി ഭക്ഷണമാണ്. ഓക്കെ, തലശ്ശേരിക്കാരുടെ. ആഹാ ശരി. ഇവിടെ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല തലശ്ശേരി ബിരിയാണി എവിടെയാ? കാലിക്കറ്റ് ടോപ്പ് ഫോം. ആണോ? കാലിക്കറ്റ് ടോപ്പ് ഫോമിലെ മട്ടൻ കഴിക്കൂ? ഇല്ല, സോറി. ലെഗോൺ കഴിക്കൂ? കഴിക്കും. ഓ, ലെഗോൺ ബിരിയാണി കഴിക്കുക അവിടെ. ശരി, വൺ ഓഫ് ദ ബെസ്റ്റ്. ബിക്കോസ് ഐ ഹേർഡ് പല ആൾക്കാരും വേറെ പല പേരും പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ പോയി ബിരിയാണി കഴിച്ചിട്ട് ഐ വാസ് നോട്ട് വെരി സാറ്റിസ്ഫൈഡ്. സോ യു ആർ നോട്ട് ഫോളോയിങ് സുബിനോളജി. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് സുബിൻ ഫ്രോം ടീം സുബിനോളജി നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ എപ്പോഴും ബിക്കോസ് ഐ റിമെമ്പർ ഞാൻ പണ്ട് ഞാനും അച്ഛനും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ മൂകാംബിക പോവും, ഡ്രൈവ് ചെയ്തിട്ടാ പോവാ. അപ്പോൾ തലശ്ശേരിയിൽ എത്തുമ്പോൾ അച്ഛൻ തലശ്ശേരിയിൽ നിന്ന് ഒരു ബിരിയാണി, പാരഡൈസോ എന്താണ് അങ്ങനെ എന്തോ, പ്രസിഡൻസി അങ്ങനെ അവിടുത്തെ ബിരിയാണി, ആ ബിരിയാണിയുടെ രുചി ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ പോവാം ടു കാലിക്കറ്റ് ടോപ്പ് ഫോം. നിങ്ങൾ പറഞ്ഞോളൂ. റെസ്റ്റോറന്റ് ആണോ? അല്ല, എനിക്ക് ഷെയർ ഉള്ളത്. എനിക്ക് ഭയങ്കര, ഞാൻ ഒരു തലശ്ശേരിക്കാര് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഹോസ്പിറ്റാലിറ്റി എസ്പെഷ്യലി ഫുഡ്, ഭക്ഷണം. സത്യം പറഞ്ഞാൽ ടോപ്പ് ഫോം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എത്തൂല. ടോപ്പ് ഫോം കറി വെക്കണ്ട. ബട്ടേക്കൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം എൻ്റെ ഉമ്മയുടെ അടുത്ത് വേണമെങ്കിൽ. എല്ലാ ഗസ്റ്റിനോടും പറയുന്നതല്ലേ? എല്ലാ ഗസ്റ്റിന്റെ ചുമ്മാ പറയാണ്. ഇല്ല, എൻ്റെ ഒരു ഖാലിദ് പോലും എല്ലാ സ്റ്റേജിലും പറയുന്ന ഒരു കാര്യമാണ് യുവർ മോംസ് ബിരിയാണി. നൈസ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ, വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, ഫിദ എന്ന് പറഞ്ഞിട്ട്, ഷീ ഈസ് ആക്ച്വലി ഫ്രം തലശ്ശേരി ആൻഡ് ഹർ മം ഓൾസോ കുക്സ് റിയലി ഗുഡ് ബിരിയാണി. സോ ആൻഡ് ദേ ആർ ഇൻ അലൈൻ. പുള്ളിക്കാരി എപ്പോഴെങ്കിലും അലൈനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ ഓൺലി ആസ്ക് ഹർ ടു ബ്രിങ് ബാക്ക് ഹർ മംസ് ഫുഡ് ഫോർ മീ ആൻഡ് ഷീ ആക്ച്വലി പാക്സ് ഫുഡ് ഫോർ മീ ആൻഡ് ബ്രിങ്. അല്ല, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കാലിക്കറ്റ് ടോപ്പ് ഫോമിൽ ലെഗ് ഹോൺ ബിരിയാണി എന്തായാലും കഴിക്കണം. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. അല്ല നിങ്ങൾ, പക്ഷേ ഇതൊന്നും വീഡിയോയിൽ വരുന്ന സാധനം. You can ask me anytime. You can WhatsApp me. Anything, just WhatsApp me. Whatever food you want, you will give the recommendations. Yes, I can recommend you. Okay. There's no doubt about it. Arabic, Indian, Pakistani, Afghani, whatever it might be. International, okay. There's lots of, I do explore, but not a lot, you know. തീരൂല. ഇല്ലാത്തൊരു സാധനമാണ് ഇന്റർനാഷണൽ. ബിക്കോസ് ഇപ്പൊ ന്യൂ ദുബായ് സൈഡിൽ വരുമ്പോൾ ഇഷ്ടം പോലെ. But at the same time, if you go to the high-end restaurants, premium restaurants, you get good food of Italian, Spanish, all these things. കൂടുതലും ഈ ഫൈൻ ഡൈനിങ് സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടേക്കണ ജാപ്പനീസ്. യെസ്. അത് തന്നെ ഇപ്പൊ പല ഇപ്പം റീസെന്റ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് കോൾഡ് ജമാവർ. ലണ്ടൻ ബേസ്ഡ് ആണ്, കണ്ണൂരുകാരാണ്. അതൊന്നും ഇവരറിയണ്ട, അവർക്കത് അറിയിക്കുകയും വേണ്ട. ബട്ട് their wagyu beef, oof, ana man, really is A5 grade beef, so amazing. Downtown lana. So if you have some, what is it? Jamavar. It's a London based brand and it's Japanese cuisine. No, it's Indian fine dine fusion. Oh really? It's Indian restaurant, butter chicken, Hyderabadi, Talasheri biryani pole avada undu. Ana? Yes. Also their Talasheri biryani is not good. No, അവർ അപ്പം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദമ്മൊക്കെ ആക്കി വെക്കും. ഗായ്സ്, നമ്മുടെ അടുത്ത എക്സൈറ്റിംഗ് റൗണ്ടിലേക്ക് സ്വീപ്പോ സ്വീപ്പ്. എന്താണ് ഈ സ്വീപ്പോ സ്വീപ്പ്? സ്വീപ്പാക്ക, ഞാൻ നിങ്ങൾ സ്വീപ്പാക്കും. നിങ്ങൾ മലബാർ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇറ്റ് സ്റ്റാർട്ട്സ് നൗ. ആക്ടിംഗ് ഓർ ആർജെയിങ്? ആർജെയിങ്. മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ? നൈറ്റ് ഷോ.
ഒരു റോള് നിങ്ങൾക്ക് സിനിമയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ്? വില്ലൻ. I've done something like that. മറ്റേ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ്കർ വേർഷൻ മേ ബി. നിങ്ങൾ ട്രാവൽ ഫ്രീക്ക് ആണോ? ഐ ലവ് ട്രാവൽ. ഡ്രീം ഡെസ്റ്റിനേഷൻ? നമ്മൾക്കൊരു ഹണിമൂണിന് പോകണം. ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ല നമ്മൾ. What is this? We needed Sorabara to mention this. അപ്പോൾ നല്ലൊരു ഹണിമൂണിന് പോകണം. പ്രോപ്പർലി സംവെയർ ഇൻ വി ഓൾവേസ് ഫൈറ്റ് ബിക്കോസ് ഹീ വാണ്ട്സ് ടു ഗോ ടു സം ഏഷ്യൻ കൺട്രി ആൻഡ് ഐ വോണ്ട് ഗോ ടു സംവെയർ ഇൻ യൂറോപ്പ്. സോ നമ്മൾ അതിനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പുള്ളിക്ക് എവിടെയാ പോകേണ്ടത് നിങ്ങൾ തലക്കാർ അത് സെലക്ട് ചെയ്യും. തലക്കാരം നടക്കട്ടെ, ട്രാവൽ സ്റ്റാർട്ട് ആവട്ടെ. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടോ? ടാലന്റ് എന്ന് പറയാൻ സൂപ്പർ പവർ ആയിരിക്കും അത്. ഐ വോണ്ട് ടു ബി ഇൻവിസിബിൾ. ആരായിരുന്നു ഇതേ സാധനം പറഞ്ഞു? ആസിഫ് ഖാൻ. ആണോ? യെസ്. അയ്യോ, ഐ വാണ്ട് ടു ബി സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ ഒന്നും വേണ്ട, ഞാൻ ഇൻവിസിബിൾ ആയിക്കോളാം. ഓ അതെ, അതും സൂപ്പർ ഹീറോ ഒക്കെ ആവാൻ പറ്റൂ, വേറെ ആർക്കും ആവാൻ പറ്റൂ. ബെസ്റ്റ് അഡ്വൈസ് യു ഹാവ് റിസീവ്ഡ്? നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല അഡ്വൈസ്? ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നതൊക്കെ ആയിരിക്കും ഞാനിപ്പോ ഈ അഡ്വൈസ് ആയിട്ട് പറയണതൊക്കെ. ചിലപ്പോ എക്സാക്ട്ലി ഈ പറയുന്ന പോലെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതായിരിക്കും, ആരെങ്കിലും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതായിരിക്കും. അത് ദുബായ് തന്നെയല്ലേ? അല്ല, യെസ് ഓഫ് കോഴ്സ് ദുബായ് പ്രേരിപ്പിക്കും. പക്ഷെ ആരോ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാകാം, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഒരു സ്ക്രീന് ഏറ്റവും ഒരു ഡ്രീം ആക്ടറായി ആരായിട്ടാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, ഓടിയോ? പങ്കജ് ത്രിപാഠി. ആരും അങ്ങനൊരു പേര് മിക്കവാറും ചിന്തിക്കില്ല അല്ലേ പെട്ടെന്ന്. I love him. ഏറ്റവും നല്ല കോംപ്ലിമെന്റ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? Whenever somebody comes and say, "Oh, I listen to your show," that I consider that as a compliment. റേഡിയോ റിലേറ്റഡ്? Yeah, radio related. നിങ്ങളുടെ ഗിൽറ്റി പ്ലഷർ ഫുഡ് എന്താണ്? എല്ലാം. I love food. Anything that is tasty is actually guilty pleasure for me. എല്ലാം. Because ഞാൻ എന്തെങ്കിലും മണത്താൽ തന്നെ തടി വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ദുബായിൽ നിന്ന് വെള്ളം കുടിച്ചാൽ തടിക്കും. ഞാൻ അങ്ങനെ അല്ലായിരുന്നു, എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആഫ്റ്റർ സം ടൈം നമ്മുടെ വയസ്സാവുമ്പോ പ്രായം വെക്കുമ്പോൾ ഡൈജഷന്റെ. അതെ 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 അതെ. ഒരു സമയത്ത് ഞാൻ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും ബുക്കോ മൂവിയോ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ പ്രോബ്ലി സീക്രട്ട് എന്ന് പറയുന്ന ബുക്കില്ലേ, അത് കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ലിപ് ബാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, വാട്ട്സ് നെക്സ്റ്റ് ഫോർ മീര നന്ദൻ? What's next? Come on. Just to have a peaceful life. വേറെ ഒന്നും വേണ്ട, എനിക്ക് സമാധാനം വേണം. അത്രേ ഉള്ളൂ. സിനിമ വന്നാ ചെയ്യും, അത്രേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ? ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. ഞാൻ വന്നാ എനിക്കത് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യും, അത്രേ ഉള്ളൂ. And last but not the least, few words about our show Sorabara. It was wonderful being here. നല്ല ഒരു പോസിറ്റീവ് വൈബുള്ള, അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റട്ടെ, പോസിറ്റീവായിട്ടുള്ളൊരു ഷോ ആണ്. ഇനിയും ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് താങ്കളുമായി സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഇറ്റ്സ് എൻ ഓണർ ടു ഹാവ് യു ഹിയർ. താങ്ക് യു. എൻജോയ്ഡ്. കുറേ പേര് ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേട്ട് അവരുടെ സ്വപ്നങ്ങളിൽ അയ്യോ, നല്ല കാര്യങ്ങൾ കേട്ട് അവരുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് കാഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കാഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് പലവരും അത് എടുത്ത് ഒരു പ്രചോദനമൊക്കെ ആക്കി മാറ്റി ഒരു ആർജി ആവാൻ ശ്രമിക്കുന്നത്. ചിരിക്കുന്നത് വേറെ ആരും ആർജി ആവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെയല്ല.
ആർജെ ആവാൻ ഇഷ്ടമുള്ളവർ ആർജെ അല്ലേ? ഇങ്ങനെ ഷോ നടത്താനാകെ ഷോ നടത്തും. ബട്ട് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ആൻ അമേസിംഗ് താങ്ക് യു സുബിൻ ആൻഡ് പ്ലീസ് കീപ് അപ്പ് ടു യുവർ വേർഡ്. എനിക്ക് നല്ല ഭക്ഷണമൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു തരണം. ഞങ്ങൾ ഇതുവരെ നിലനിർത്തിയത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരെയും നല്ല ഭക്ഷണം കൊടുത്ത് കൊതിപ്പിച്ചത് തന്നെയാണ്. ആണല്ലേ? അത് ഞങ്ങൾ പക്ഷെ ഇവിടെ ടീമിലുള്ള ആൾക്കാർ പറഞ്ഞു ആർക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലാതെ. ടീമിലുള്ള ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പഠിച്ചിട്ട് അവരെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് അവർ വാങ്ങുകയാണ്. Anyways, once again, thank you so much. Thank you so happy to have you. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.